സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് റോൾ നിന്റേതാണെന്ന് പറഞ്ഞിട്ട് ഞാനും കറിഞ്ഞ്. കാരണം നമ്മൾ അഭിനയിച്ച സാധനമാണെങ്കിൽ പോലും ഇവർ പ്ലേസ് ചെയ്തേക്കണ സ്ഥലങ്ങളുണ്ടല്ലോ, അത് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. പക്ഷെ ഇത്ര ഫീല് ചെയ്തൊരു പടമില്ല. അരിഷ്ടം കുടിക്കോ ഡോക്ടറെ ഒരു ചെറുതൂടി ചെറുതൂടിയാ എന്നിട്ട് ഇവിടുന്ന് ഒരു 2 അടിച്ച തലക്ക് കുടിക്കും. ടോക്സിക് തന്ത യേശുവിനെ ജൂദാസ് കുനുകുന കുത്തി അങ്ങനെയൊന്നുമില്ല. കുറുപ്പ് കുത്തിക്കറിക്കണോട്ട് എന്തെങ്കിലുമൊക്കെ കുത്തിക്കറിക്കും. പോത്തൻ ബാവ മമ്മൂക്ക ജോർജ് സാറും ഭയങ്കര ഫ്രീ ആയിട്ട് വിട്ടാക്കണായിരുന്നിട്ടാ. ഏതോ ഒരു സാധനം ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കൊള്ളാം, അത് ഇട്ടോ, അത് പറഞ്ഞോ നീ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു 3 ഇട്ട്. 2 വേണ്ട, 1 മതി. പിറ്റേ ദിവസം ഒരു 5 ഇട്ട് എന്ന് ഞാൻ. നീ കഥ മാറ്റോടെ, നീ ഇവനെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ? അല്ല, നമുക്കങ്ങനെ ഫ്രീഡം കിട്ടിയിട്ടേ. ചോട്ടാ മുംബൈ ഇപ്പൊ ലാലേട്ടൻ മറ്റേ പാറ്റേക്കാട്ടേക്കാണ്. ചില പയ്യൻ പറഞ്ഞു, ചേട്ടാ ഒരൊറ്റ പാറ്റോളട്ടാന്ന് പറഞ്ഞ്. അത് ഒറിജിനൽ പാറ്റായിരുന്നു. ഒറിജിനൽ പാറ്റയാണ്. ഇപ്പൊ ലാലേട്ടൻ വന്നിന്ന് മോനെ പാറ്റ ചത്തു പോയല്ലോ എന്ന് പറഞ്ഞ്. എന്താ മോനെ ഒരു പാറ്റ എടുത്ത് 2-3 പാറ്റ എടുക്കണ്ടേ? ലാലേട്ടൻ്റെ മാജിക് അവിടെ ഇരുന്നു. ഈ പാറ്റ കറക്റ്റായിട്ട് തുള്ളിക്കടിക്കണ ഈ കൊമ്പുമ്മ പുള്ളി ഒന്ന് കറക്കി ഇങ്ങനെ തിരിച്ചപ്പോൾ അത് കിടന്നാൽ ചിറകൊക്കെ കൂടി ഇങ്ങനെ കിടന്ന് വിറച്ച് തട്ടുകെട്ട സീനിൽ മാത്രമേ ഉള്ളൂ 2-3 ഡയലോഗുള്ള. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരുന്നത്. കാരണം മമ്മൂക്കയുടെ കൂടെ ഈശോ വെറും പാവമ, ജോദാസ് ഭയങ്കര സാധന, എന്തുമാത്രം പീഡന എൻ്റെ യേശു സഹിച്ചു, ഓമനപ്പുഴ കടപ്പുറത്തെൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, നിൻ്റെ നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ. സോഷ്യൽ മീഡിയ ഇപ്പൊ മൊത്തം നിറഞ്ഞു വെക്കുന്നത് ലാലേട്ടന്റെ ഒരു ഡയലോഗാണ്. അതായത് ചോട്ടാ മുംബൈയില് ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് റോൾ നിന്റേതാണെന്ന് പറഞ്ഞിട്ട്. അതെ അതെ, കാണുന്നുണ്ട് ഇതൊക്കെ. എല്ലാം കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ എല്ലാം ഞാൻ നേരത്തെ തൊട്ട്, ഇപ്പോഴല്ല നേരത്തെ തൊട്ട് കാണും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, ഇതില്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാം കാണും ഞാൻ. റീൽസ് ആയാലും ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കാണാൻ ഭയങ്കര രസമുള്ളത്. അത് കാണാറുണ്ട്. ലാലേട്ടൻ്റെ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരു രക്ഷയില്ല, കിടുക്കാച്ചി റോളായിരുന്നു. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ അന്ന് പറഞ്ഞത് ഈ സിനിമയ്ക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോൾ. ഈ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ബിബിൻ ദാസ് ഒറ്റ പറഞ്ഞായിരുന്നു ഇത് ഭയങ്കര സംഭവമായ റോളായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. ഇല്ലില്ല, ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. ഇല്ലില്ല, വിപിൻ ദാസായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഈ ഷൂട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വിപിൻ ദാസ് ഷൂട്ടിങ്ങിന് വരാറേ ഇല്ല. എപ്പോഴോ 1 ദിവസം വന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ചേട്ടാ നമസ്കാരം എന്ന് പറഞ്ഞ് പോയേ ഉള്ളൂ. അതുപോലെ തന്നെ സവിൻ വിളിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു സംഭവം ഒന്നും പറഞ്ഞില്ല. നമ്മുടെ ഹാരീഷാണ് എന്നെ വിളിക്കണത്, പ്രൊഡ്യൂസർ ഹാരീഷ് ദേശം. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ചേട്ടാ വളരെ സെക്കൻഡ് തുടങ്ങുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് ചേട്ടനൊരു വേഷമുണ്ട്. അപ്പോൾ ഞാൻ കരുതിയാക്കണ നമ്മൾ ഫസ്റ്റിലുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കും ഇതിനകത്ത് സെക്കൻഡിലും വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ഇവരുടെ കൂട്ടുകാരന്മാരിൽ ഒരാൾ അച്ഛനായിട്ടെന്നല്ല, ഇവരുടെ കൂട്ടുകാരന്മാരിൽ ഒരാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ചായക്കടക്കാരൻ, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാലും നമ്മൾ ഒരു സ്ക്രീൻ സ്പേസ് ഇതിനകത്ത് കിട്ടാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. പിന്നീടാണ് പറഞ്ഞത് ഇതിനകത്തൊരു പാരൻ്റാണെന്ന് പറഞ്ഞ്. അപ്പോഴും ഈ പാരൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതിനകത്ത് ഒരു ഇതിനകത്തൊരു നായകൻ്റെ അച്ഛനാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നീട് ആണ് അവിടെ സവിൻ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെയാണ് ഇതാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഇത്രയും ഒരു ഹൈപ്പ് ഉണ്ടാവുന്ന സാധനമാണെന്ന് കരുതിയില്ല. എന്നോട് പറഞ്ഞിരുന്നത് ഇങ്ങനെ അച്ഛനും മോനുമായിട്ട് ഭയങ്കര സ്നേഹമുള്ളതാണ്, മോൻ്റെ കൂട്ടുകാരായിട്ട് ഭയങ്കര സ്നേഹമുള്ളതാണ്, നിങ്ങളുടെ വീട്ടിലാണ് അവരെല്ലാം എപ്പോഴും. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ളൊരു കൂട്ടുകാരനെ പോലെയാണ്. അപ്പോൾ അത്രയും ഒരു കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരു അച്ഛൻ മരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ഇമോഷണൽ, അതാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അത്ര പറഞ്ഞിട്ടുള്ളൂ. അതൊരു 1.5 ഇമോഷണൽ ആയിപ്പോയി കേട്ടോ. അയ്യോ, അത് ഭയങ്കര ആയിപ്പോയി. ഭാഗ്യം. ബിജുക്കുട്ടൻ അച്ഛൻ ഇങ്ങനെയാണോ? അല്ല, ഞാൻ ഇപ്പോഴത്തെ അച്ഛന്മാരൊന്നും വലിയ പ്രശ്നക്കാരൊന്നും അല്ലല്ലോ. ഞാനും ഏകദേശം അങ്ങനെ. ഇപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അച്ഛനങ്ങനെ തല്ലി പിടിക്കുക, ശകാരിക്കുക അങ്ങനെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഭയങ്കര കൂട്ടുകാരൻ അച്ഛനാണ്. എന്ത് വേണം അതെല്ലാം ഫ്ലെക്സ് ഒക്കെ അടിക്കാൻ പോയപ്പോൾ പുള്ളി തന്നെ കട്ട് ചെയ്തൊക്കെ വിടുന്നത്. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യമുള്ളതാണ് കൂട്ടുകാരകത്ത്. പക്ഷെ ഞാൻ വീട്ടിൽ എനിക്ക് മൂത്ത മോളിപ്പോൾ MBA പഠിക്കണതാണ്. ഇപ്പോഴും ചൂരിലുണ്ട് വീട്ടിൽ. തല്ലുവോ? ഇത് ഇഷ്ടമല്ലാതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തല്ലും. അച്ഛനാണപ്പോ? അല്ല, ടെററല്ല. അങ്ങനെ നമ്മൾ എപ്പോഴും ഇല്ല, വല്ലപ്പോഴും എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഒരു അടി എടുക്കും. അതിന് ചൂരല് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, കൈക്കൊന്നുമല്ല. ഇപ്പോഴും ചിലപ്പോൾ ഒക്കെ തല്ലുകൊള്ളാറുണ്ട്. ടോക്സിക് തന്ത. മകനെ ഉപദേശിച്ച സമയങ്ങളെ അത് മകന് വേണ്ടി പണിയെടുക്കുക വെച്ചാ എന്നൊക്കെ പിള്ളേർ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തോന്നണ ഈ കഴിഞ്ഞ വർഷം വരെയൊക്കെ എനിക്ക് തോന്നണ ഈ ഫാദർ ഡേ ഒക്കെ വരൂലേ, ആ സമയത്ത് എനിക്ക് ആ സ്റ്റിക്കറാണ് കൂടുതലും പറഞ്ഞതെന്ന് തോന്നുന്നത്.
മകന് വേണ്ടി പണിയെടുക്കുക വെച്ചാന്ന് പറയുന്നത്. പക്ഷേ ഈ അച്ഛൻ തിരിച്ചാണ്, മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറുള്ളൊരു അച്ഛനാണ്. ആ അച്ഛൻ എനിക്ക് തോന്നുന്നത് സുശീലിൻ്റെ അച്ഛനാണ്. ബിജുക്കുട്ടൻ ചേട്ടൻ്റെ അച്ഛൻ എങ്ങനെയായിരുന്നു? ഇതുപോലെ എൻ്റെ അച്ഛന് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. വാഴയില അച്ഛനായിരുന്നു. വാഴയില അച്ഛനാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും കൂടി കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും എൻ്റെ വീട്ടിലല്ലെങ്കിലും ഈ 10ാം ക്ലാസ് തോറ്റ ആൾക്കാരുണ്ട് ഞങ്ങൾ, അവരൊക്കെ എൻ്റെ വീട്ടിലാണ്, ഞങ്ങൾ കൂടെ പഠിച്ചിരുന്നവർ. അതായത് നമ്മുടെ ഈ ക്രിസ്തുമസ് വരുമ്പോൾ കരോള് എൻ്റെ പരിപാടിക്ക് ഞാനാണ് മെയിനായിട്ട് പുൽക്കൂട് ഉണ്ടാക്കൽ. അതുപോലെ തന്നെ വിഷുവിന് ഇതുണ്ടല്ലോ കണി കൊണ്ടുപോകില്ലേ, ഇപ്പോഴൊക്കെ അത് കുറവാണ്. നമ്മൾ പെട്ടിയൊക്കെ വെച്ച് കൃഷ്ണനെയൊക്കെ വെച്ച് ചെറിയ അമ്പലമൊക്കെ ഉണ്ടാക്കി തലയിൽ വെച്ചിട്ട് പോണ സംഭവം വീട്ടിലാണ് ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ കൂടുള്ളൂ. ആ സമയത്തൊക്കെ അച്ഛൻ ഭയങ്കര ഇതാണ്, മറ്റേ ഒട്ടിക്കണ സാധനങ്ങൾ വാങ്ങിച്ചിട്ടും പോകാനായിട്ടും പിന്നെ പശ വാങ്ങിക്കാൻ പൈസ തരലും അങ്ങനെ ഒക്കെ ഉള്ളൊരു അച്ഛനാണ്. പിന്നെയെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പഠിച്ചാൽ ഗുണമാവില്ലെന്നറിയാം. അപ്പോൾ അതുകൊണ്ടാണെന്ന് അച്ഛൻ പറഞ്ഞടാ നീ എന്തോരം വേണം പഠിച്ചോ, ഞാൻ എത്ര കഷ്ടപ്പെട്ട കൂലിപ്പണിക്കാരൻ അച്ഛൻ, എത്ര കഷ്ടപ്പെട്ടാലും നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടം വരെ പഠിച്ചോ. പക്ഷെ എനിക്ക് തോന്നുന്നു അച്ഛനെ അറിയാമെന്നുള്ളത് ഞാൻ പഠിക്കില്ല എന്നുള്ളത്, അതുകൊണ്ടാണ് വാരിക്കോരി തരാമെന്ന് പറഞ്ഞതെന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നടന്നില്ല. അപ്പോൾ അച്ഛൻ ഇവരെന്താണ് ആഗ്രഹം അതങ്ങനെ നടക്കട്ടെ എന്നുള്ള ഇതിലായിരിക്കും ഇങ്ങനെയൊക്കെ സഹായിച്ചേക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അച്ഛൻ ഈ പരിപാടിക്ക് ഞങ്ങൾ ഈ മാട്ടപ്പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ആദ്യകാലത്ത് നമ്മൾ നമ്മുടെ നാട്ടുകാരും അയൽവക്കക്കാരൊക്കെ കൂടിയാണല്ലോ ഒരു ട്രൂപ്പ് ഉണ്ടാക്കണത്, 4 പേരൊക്കെ കൂടി. അപ്പോൾ അങ്ങനെ ട്രൂപ്പ് ഉണ്ടാക്കി കളിക്കുന്ന സമയത്ത് നമുക്ക് ചെന്ന് ചോദിക്കണം ഒരു പരിപാടി തരുമോ അതിൻ്റെ ഗ്യാപ്പിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഈ അച്ഛൻ അറിയും. അച്ഛൻ അറിഞ്ഞിട്ട് ഈ പ്രോഗ്രാം കാണാൻ വന്ന് നിൽക്കും അച്ഛൻ. നമ്മളറിഞ്ഞാൽ അച്ഛൻ നടന്ന് വരും. ഞങ്ങൾ ചിലപ്പോൾ 4 പേരും കൂടി ഒരു സൈക്കിളിലായിരിക്കും പോണത്. അച്ഛൻ നടന്ന് വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കൂട്ട് നമുക്ക് മീഡിയാസ് ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു നല്ല ആളുകൾ കൂടും. ചെറിയ പരിപാടിയാണെങ്കിലും അത്യാവശ്യം നല്ല കട്ടെടുത്താൽ നടത്തണം. വലിയ അശോകൻ ചേട്ടൻ, ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ ആ ബീക്കടൊക്കെ പരിപാടി കട്ടെടുത്ത് നടത്തണം. പക്ഷെ എന്നാലും വൃത്തിയായിട്ട് ചെയ്യും. അപ്പോൾ അച്ഛനിങ്ങനെ പ്രൊമോട്ട് ചെയ്യും. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നിട്ടും അങ്ങനെയുള്ള പരിപാടി. ആ കൊള്ളാം, കുഴപ്പമില്ല, കറുത്ത പയ്യൻ്റെ ഏതാണോ അവനിവിടെ അടുത്തുള്ള അവൻ കുഴപ്പമില്ല വന്നാലും അതാണ് ഓക്കെ. അച്ഛൻ എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്തിട്ട് അവൻ കൊള്ളാം. ഞാൻ വേറൊരു പരിപാടി കണ്ടിരുന്നു, അല്ലാതെ നോക്ക് പറഞ്ഞു. അങ്ങനെ ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛന് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞങ്ങൾ ചിലപ്പോൾ അവിടെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് അവിടെയൊക്കെ ഇരുന്ന് പൈസ തരൂല്ല. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്തൊക്കെ നോക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അച്ഛനിങ്ങനെ പോകുന്ന സമയത്ത് അച്ഛൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ രാത്രി ആണെന്ന് പൈപ്പിൽ വെള്ളം വന്നത്. അപ്പം അന്നേരത്ത് ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. അന്നേരത്താണ് ചർച്ചയൊക്കെ നടക്കണം, വീടുകളിലെ ചർച്ച. അപ്പോൾ പെണ്ണുങ്ങളും ഉണ്ടാവും, ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ എല്ലാവരും സഹായിക്കുമല്ലോ, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അച്ഛൻ റോഡിലേക്ക് കൂടി പോകുമ്പോൾ അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരും സംസാരിക്കും. ഉഗ്രം പരിപാടിയായിരുന്നല്ലേ, എന്ത് ഗംഭീരം, ഒരു കറുത്തൊരു പയ്യുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെ വേറെ അപ്പോൾ ഇവർ കണ്ടിട്ടുണ്ടാവൂല. ഇവർ തന്നെ പരിപാടി അടുത്ത പള്ളിയിലുണ്ട്, ആ ഡേറ്റും പറയും സമയം പറയും. അപ്പോൾ അത് നമുക്ക് പോകണം എന്തായാലും. അപ്പോൾ ഇവർ അതെ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ അച്ഛൻ സ്വന്തം ഒരു പ്രമോഷൻ അച്ഛൻ ചെയ്തു തന്നിട്ടുണ്ട്. അതെ അന്തകാലത്തെ PR. അതെ. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനുകളിലൊന്ന് എയർപോർട്ടിൽ നിന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കടാന്ന് പറയുന്നതാണ്. ആ സീനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞുതരോ? ചേട്ടൻ പോണ സങ്കടം അത്രേ ഉള്ളൂ. പോണ സങ്കടത്തിൽ പറയാം, വേറെ എന്നെ കൂടി ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പറയാം, അത്രേ ഉള്ളൂ. അതല്ലാതെ അതിനകത്തൊരു ഭീകരമായൊരു പരിപാടി ഉണ്ട്. ചേട്ടാ ഇങ്ങനെയാണ് നമ്മൾ അവസാനമായിട്ട് മോനെ കാണുകയാണ്, ഇനി കാണൂല്ല മോനെ. അങ്ങനെ സിനിമയിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ ഇമോഷൻ മൊത്തം വർക്കാകണം, അതൊന്നുമില്ല. എന്നോട് പറഞ്ഞത് മോൻ പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ, അപ്പോൾ അച്ഛനെ കൂടി ഒന്ന് അവരെ കെട്ടിപ്പിടിക്കുമ്പോൾ അച്ഛനെ കൂടി കെട്ടിപ്പിടിക്കണമെന്ന് ഒന്ന് ഇത്തിരി സങ്കടത്തിലൊന്ന് പറഞ്ഞാക്കാൻ പറഞ്ഞ്. അതെനിക്ക് ഇവിടെ ഒരൊറ്റ ഷോട്ട് കൊണ്ട് അത് എനിക്ക് തോന്നുന്നത് ആ സാധനം ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, ഇത് അവസാനമായിട്ട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ. ഇത് നിസ്സാരമായിട്ട് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു മാജിക്കാണത്. സിനിമ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടാവും. ഏറ്റവും ഞെട്ടിച്ചൊരു കമൻ്റ് ആരാ പറഞ്ഞത്? ഇപ്പം നമ്മൾ സാധാരണ ചോട്ടാ മുമ്പേ അല്ലെങ്കിൽ പോത്തൻ ബാബ മമ്മൂക്കയുടെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയും അല്ലെങ്കിൽ നല്ല കോമഡി സിനിമകൾ വരുമ്പോൾ അങ്ങനെ എപ്പോഴും വിളിക്കാറുണ്ട്. ചേട്ടാ നന്നായി, എനിക്ക് മറ്റേ കോമഡി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര തമാശയായിരുന്നു. പക്ഷേ ഇതിനുള്ളൊരു കോളെന്ന് പറഞ്ഞാൽ ഇത്തിരി വിഷമമുള്ള കോളുകളാണ് വന്നത്. ചിലപ്പോൾ അച്ഛനെ കാണാൻ തോന്നി, ഞാൻ അച്ഛനെ വിളിച്ച്, അച്ഛൻ വന്ന് എനിക്ക് അച്ഛനവനും കാണാൻ തോന്നി, ഇപ്പോൾ ഞാൻ ഇപ്പം തന്നെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കണത്. ഈ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ അനിയനായിട്ട് മിണ്ടാറില്ല, അച്ഛനും അമ്മയും ഞങ്ങൾ 3 പേരും ഇതാണ്, അനിയൻ മാത്രം ഒരു ഇൻ്റർ കാസ്റ്റിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട്
അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ അമ്മക്കും അച്ഛനും എനിക്കും ഭയങ്കര ഇഷ്ടമല്ല. കാരണം അവനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളോട് ചോദിക്കാണ്ട് അങ്ങനെ വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അവരെ സിനിമ കണ്ട് ചേട്ടാ. ഇപ്പം ഞാനും അച്ഛനും പോയി അനിയനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വന്ന് അനിയനും വൈഫും ഞങ്ങളുടെ കൂടെയുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമുക്ക് സന്തോഷത്തിൽ കൂടുതൽ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ഈ സിനിമ കണ്ടിട്ട് വിളിക്കണത്. മനസ്സും നിറഞ്ഞു കണ്ണും നിറഞ്ഞു പറഞ്ഞിട്ട്. അതെ അതെ, അതങ്ങനെയാണത്. വാഴ 2 കണ്ട പല ആൾക്കാരും ഇപ്പോൾ പറഞ്ഞതുപോലെ കണ്ട ഉടനെ സഹോദരങ്ങൾ വിളിച്ച ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ച ആൾക്കാരുണ്ട്. ബിജുക്കുട്ടൻ ചേട്ടൻ പടം കണ്ടിട്ട് ആദ്യം ആരെയാണ് വിളിച്ചത്? ഞാൻ സിനിമ കണ്ട് വന്ന് ഇരുന്നപ്പോൾ തന്നെ കോളുകൾ ഇങ്ങനെ കുറേ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വിപിൻ്റെ ഒരു കോള് കണ്ടു ഞാൻ. അപ്പം വിപിനെയാണ് തിരിച്ച് വിളിച്ചത് ഞാൻ. വിപിനെ അങ്ങോട്ട് തിരിച്ച് വിളിച്ചു ഞാൻ. വിപിനെ വിളിച്ച് പറഞ്ഞ് ചേട്ടാ സിനിമ കണ്ടാന്ന് ചോദിച്ചു. അയക്കുമ്പോൾ ഒന്നും അങ്ങനെ പറയുമൊന്നുമില്ല. ഞാൻ പറഞ്ഞ സിനിമ കണ്ട് എന്ന് പറഞ്ഞ് എങ്ങനെയുണ്ടെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു എന്താണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. ആരുടെ കൂടെ? ഭാര്യയുടെ കൂടെയായിരുന്നു പടം കണ്ടത്? ഞങ്ങൾ എല്ലാ സിനിമകളും അങ്ങനെയാണ് പോണത്. പടം കണ്ടിട്ട് അവരൊക്കെ കരഞ്ഞാ? അവർ കരഞ്ഞ്. അവർ കരഞ്ഞ്. ഞാനപ്പോൾ ഞാനും കരഞ്ഞ്. കാരണം നമ്മൾ അഭിനയിച്ച പോലെ അല്ല സിനിമയിൽ വന്നാക്കണത്. നമ്മൾ അഭിനയിച്ച സാധനമാണെങ്കിൽ പോലും ഇവർ പ്ലേസ് ചെയ്താക്കണ ആ സ്ഥലങ്ങളുണ്ടല്ലോ, അത് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ്. നമ്മൾ അഭിനയിച്ച കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുമെങ്കിലും പക്ഷെ ഇത്ര ഫീൽ ചെയ്തൊരു പടമില്ല. അത് എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഈ ബിബിൻ്റെയും അതുപോലെ തന്നെ സവിൻ്റെയും ഒക്കെ ഒരു മ്യാജിക്കാണത്. അരിഷ്ടം കുടിക്കോ? അരിഷ്ടം പണ്ട് 2 പ്രാവശ്യം സ്കൂളിൽ പഠിക്കുമ്പോൾ അരിഷ്ടം അടിച്ചിട്ടുണ്ട്. അതൊന്നും അരിഷ്ടം കുടിക്കുമെന്നല്ല, അടിക്കുമെന്ന് വായിക്കണം. അന്ന് എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് അരിഷ്ടം വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹാർഡ് വർക്ക് ചെയ്ത ആളുകൾ വന്നിട്ട് വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സാധനമുണ്ട്, ഇങ്ങനെ ഗ്ലാസ് പോലത്തെ, അതിനകത്ത് കഴിക്കും. അപ്പോൾ ശരീരമൊക്കെ ഭയങ്കര വേദനയൊക്കെ മാറും, ചെറിയൊരു കിക്കും കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒരു ദിവസം ചെന്നപ്പോൾ പിള്ളേർക്ക് അങ്ങനെ തരൂല. അപ്പോൾ ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ വൈദ്യശാല എന്നൊക്കെ പറയൂലേ, എല്ലാ മരുന്നൊക്കെ അവിടെ ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ, പുള്ളിയായിട്ട് നല്ല പരിചയമുണ്ട്. കൂട്ടുകാരൻ പറഞ്ഞ് ഒരെണ്ണം വാങ്ങിച്ചു തന്ന്. ഞങ്ങൾ 2-3 പേര് അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ 2 അടിച്ചപ്പോൾ പിന്നെ അവിടെ ചെന്ന് ഇരുന്ന് കറങ്ങി അടിയായി. ഡോക്ടറെ ഒരു ചെറുതുകൂടി. അരിഷ്ടമൊക്കെ പോയി. ചെറുതുകൂടിയാ എന്നിട്ട് ഇവിടുന്ന് കാരണം ഒരു 2 അടിച്ച തലക്ക് കുടിക്കും. അന്ന് അങ്ങനെ 2 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. അന്ന് ഇത് പറഞ്ഞോടുകൂടി പിന്നെ പുള്ളി അടിപ്പിച്ചിട്ടില്ല. ഇതെന്താണ് ചാരായിട്ടാപ്പാ. സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീൻ, പ്രിൻസിപ്പാളിന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ വാതിലിന്റെ അടിയിലൂടെ നൂണ് പോകുന്നുണ്ട്. അതാണ് ഈ സിനിമയിലെ ഫസ്റ്റ് ഷോട്ട് എടുക്കണത്. സീനും അത് തന്നെയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഒരു വൈഡായിട്ടുള്ള തമാശ ഒന്നും വേണ്ട, എങ്കിലും നമ്മളൊരു തമാശക്കാരനാണല്ലോ. ആദ്യത്തെ ഷോട്ടിൽ ഞാൻ അങ്ങനെ ഇട്ടുപോയി. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ നമുക്ക് അത്രയും തമാശ കാണിക്കുന്ന ഒരു അച്ഛനല്ല, നമുക്ക് അത്രയും തമാശ വേണ്ട. ഓക്കെ കുഴപ്പമില്ല, ഞാനപ്പോൾ അങ്ങനെ ചെയ്തു പോയതാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല ചേട്ടാ, ഒന്നും കൂടി ചെയ്യാൻ പറഞ്ഞു. 2ാമത് എടുത്തിട്ട് സാധാരണ തുറന്ന് പോണത് പോയി പുള്ളി. പക്ഷേ ഇപ്പോൾ ഇട്ടപ്പോൾ അത് മതി എന്ന് പറഞ്ഞ് അവർ ചേട്ടാ ഞങ്ങൾ മറ്റേ തന്നെ ഇട്ടിട്ടെന്ന് പറഞ്ഞ്. തിയേറ്ററിൽ ഭയങ്കര ശരിയാണ്. അതെനിക്ക് തോന്നണത്, അത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അച്ഛൻ്റെ ഒരു ധൃതിയും ഒക്കെ കൊണ്ട് അങ്ങനെ ആയിപ്പോയാന്നുള്ള സെറ്റപ്പ് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴും തോന്നുന്നത്. ഒരു കോമഡിക്ക് വേണ്ടി ചെയ്താക്കണ പോലെ തോന്നണില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് ഇട്ടാക്കണത്. അത് കൈയടിക്കേണ്ടത്. ഇപ്പം എന്തായാലും ഈ സിനിമയിൽ അവസാനം ഒരു സീനുണ്ട്, നമ്മൾ ഒരുപാട് കാലം സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു സീൻ, ഒരു പടക്കം പൊട്ടിക്കുന്ന ചേട്ടൻ്റെത്. ആ റീല്, ആ സംഭവം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു? അയ്യോ, നമ്മൾ ഈ സിനിമ കഴിഞ്ഞ എല്ലാ വിഷുവിനാണല്ലോ ഈ സാധനം സ്റ്റിക്കറായിട്ട് വന്നതും വീഡിയോ ആയിട്ട് വന്നതും. അപ്പോൾ നമ്മൾ സിനിമ അഭിനയിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് കോമഡിയാണെന്നാണ് കരുതിയിരിക്കണത്. പക്ഷെ സിനിമയിൽ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴാണ് ഇതിങ്ങനെ ആയിരുന്നല്ലോ ദൈവമേ. 2-2ആയിട്ടാണ് എടുത്തത്. ഒരു ദിവസം നമ്മൾ പടക്കം പൊട്ടണ എടുത്ത്, ഒരു ദിവസം കൊച്ചിനെ കൊണ്ടുവന്നിട്ട് കെട്ടിപ്പിടിക്കണ എടുത്ത്, 2-2ആയിട്ട് തന്നെ എടുത്ത്. പക്ഷേ ഇത് ഇപ്പം നേരത്തെ പറഞ്ഞിട്ട് ഇവരുടെ മാജിക്കിലേക്ക് ഉൾപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ആ സ്ക്രീനിലെ ആ മാജിക്ക് മനസ്സിലാവുന്നത്. നമുക്കത് എടുത്തപ്പോഴും ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് തോന്നില്ല. അതിനകത്താണ് എനിക്ക് തോന്നുന്നത് ആ കൊച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതിൽ ഒരു കണ്ണിൽ നിറഞ്ഞിരിക്കണം, അപ്പോൾ ഉരുണ്ട് വീഴും. ചിലപ്പോൾ കണ്ണ് നിറച്ചൊക്കെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഞാൻ കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിരുന്നു. ആ സമയത്ത് കണ്ണടഞ്ഞു പോകും, അപ്പോൾ വെള്ളം ഇങ്ങനെ പോകും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അടുത്ത വിഷുക്കാലത്ത് മലയാളികൾ ഇത് കണ്ട് ചിരിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല.
ചിരിക്കൂല. കാരണം അദ്ദേഹം ഇത് കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തർ ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെ ഇട്ടിട്ട് പുള്ളി നെഞ്ചടിച്ചാണ് വീണത്. അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നുള്ളത് എനിക്കും ഇപ്പോൾ ഒരു അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ കുറേ ആളുകൾ വിളിച്ചപ്പോൾ അയാളുടെ പുള്ളി ചേട്ടൻ്റെ നമ്പർ അറിയാമോ, ചേട്ടൻ്റെ വീട് അറിയാമോ? ഞാൻ പറയും എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ കാണുന്ന പോലെ ഞാനും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളതിന് വേണ്ടിയിട്ട് പുള്ളിനെ ഒന്ന് ഇപ്പോൾ കാണാൻ വേണ്ടി ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ്. ചിലപ്പോൾ മിക്കവാറും ഈ വിഷുവിനാകുമ്പോഴേക്കും പുള്ളി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ എനിക്കും താല്പര്യമുണ്ട്, എല്ലാവർക്കും താല്പര്യമുണ്ട്. എന്തായാലും അത് കണ്ടുപിടിക്കും. ഈ പടത്തിൽ അച്ഛനും മോനും ഒരു രക്ഷയുമില്ല. നിങ്ങൾ ഇതിനു മുമ്പ് വിനായകമായിട്ട് മുമ്പ് ഓരോ ഷോട്ടിന് മുമ്പും കൃത്യമായിട്ട് പ്ലാനൊക്കെ ചെയ്യുമായിരുന്നു? ഇല്ല, ഒന്നും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ആകെ ചെയ്താക്കണത് നമ്മൾ ആ എണ്ണ തേക്കുന്നൊരു ഇതുണ്ട്. അപ്പോൾ എണ്ണ തേക്കുമ്പോൾ കുറച്ച് ചിരിയൊക്കെ വേണം ആ ഒരു ഇവിടെയൊക്കെ ആയിട്ട്. ചിരി എന്ന് വെച്ചാൽ നമുക്ക് ശബ്ദം വേണ്ട, എന്തെങ്കിലും പറഞ്ഞു ചേട്ടാ ചിരിച്ചോ ഒരു നമ്മൾ ഇരിക്കല്ലേ. അപ്പോൾ അങ്ങനെ തേക്കുന്ന സമയത്ത് എന്തൊക്കെ ഞാൻ പറഞ്ഞ് അപ്പോൾ അവൻ ചിരിക്കുകയും ചെയ്ത്, അത്രേ ഉള്ളൂ. വാഴ 1, വാഴ 2 ഇതിലൊരുപാട് അച്ഛൻ മകൻ കോംബോ ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ഛൻ മകൻ കോംബോ ഏതാ? നമ്മുടേത് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞാൽ നമ്മുടേത് കഴിഞ്ഞാൽ അല്ല, എല്ലാം 4 പേരും ഡിഫറൻ്റ് ആയിട്ടുള്ള അച്ഛനാണല്ലോ. കാരണം ഒരാളിങ്ങനെ സ്നേഹിക്കുമെങ്കിൽ മറ്റേയാൾ സ്നേഹം പുറത്ത് കാണിക്കില്ല. വേറൊരു അച്ഛൻ മക്കളെ എങ്ങനെയെങ്കിലും കയ്യിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി എന്നുള്ള അച്ഛൻ. അങ്ങനെ എല്ലാവർക്കും അതിൻ്റേതായ ഒരു പുതുമയും പിന്നെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ അച്ഛനെയും ഇഷ്ടമാണ്. വാഴയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മോനാരാ? ബാക്കി 3 മക്കളും അടിപൊളിയാണ്. 3 മക്കളും അടിപൊളി തന്നെയാണ്. ആഷിറായാലും അലനായാലും അജിനായാലും എല്ലാവരും നല്ല നല്ല കുട്ടികൾ തന്നെയാണ്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ അച്ഛൻ്റെ കൂടെ കൂട്ടി കൊണ്ടു കിടക്കൂല. പടത്തിലെ ചേട്ടനെ പറ്റി പറഞ്ഞില്ല, കണ്ണൻ ചേട്ടനെ പറ്റി, കണ്ണൻ സാഗറിനെ പറ്റി. അയ്യോ, ഒരു രക്ഷയില്ല. പുള്ളി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. പുള്ളിക്ക് സിനിമ കാണാൻ പറ്റിയിട്ടില്ല. നമ്മളെല്ലാവരും വിളിച്ച് അഡ്മിറ്റ് ആവണേക്കും തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മാസം റെസ്റ്റ് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും. കാരണം അദ്ദേഹം ഇപ്പോഴും മുടിയൊക്കെ വെച്ചിട്ട് അത് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഒരുമിച്ച് വരണമല്ലോ ഇങ്ങനെയുള്ള കാര്യം. ഇനി കണ്ണൻ ചേട്ടൻ വേറൊരു ലെവലായിരിക്കുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ കേട്ടിട്ടുണ്ടോ, ഭയങ്കര ശബ്ദം. അതൊന്നും മിമിക്രിയിലല്ല, അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പുള്ളി ഇപ്പോഴും കോമഡി എനിക്ക് തോന്നുന്നത് ഇതിലും പുള്ളിയോട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിലും കോമഡിയുടെ സെറ്റപ്പിലാണ് പുള്ളി വന്നത്. മുടിയൊക്കെ ഇങ്ങനെ കാരവനിൽ കയറിപ്പോൾ ഇങ്ങനെയൊക്കെ മുടിയൊക്കെ വെക്കണ്ടായിരുന്നു. അപ്പോൾ സവിൻ വന്നിട്ട് നമുക്ക് മുടി വെട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഓക്കെ മുടി വെട്ടി താടിയൊക്കെ എടുത്ത് അങ്ങനെ മീശയൊക്കെ വെച്ച് കുറിയൊക്കെ തൊട്ടപ്പോൾ വേറെ ആളായി. എന്നിട്ട് അവിടെ വെച്ചൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ഇന്ന കാര്യങ്ങളാണ്. അത് നേരത്തെ ഒരു ഇതിനെക്കുറിച്ചുള്ള വേറെ ഒന്നുമില്ല. അപ്പോൾ അത് ഗംഭീരമായിട്ട് ചെയ്ത് കാണാൻ. ഈ വാഴ ഫസ്റ്റ് ആണെങ്കിലും വാഴ സെക്കൻഡ് ആണെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഇത് 2 ജനറേഷനാണ്. അതായത് ഒരു കാലത്ത് ഫുള്ള് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ട്രെൻഡ് മിമിക്രി ആണെങ്കിൽ ഇപ്പോൾ റീൽസ് ആണ്. അതെ. അപ്പോൾ അന്നുണ്ടായ മിമിക്രിയിൽ ആൾക്കാർ അച്ഛനായിട്ട് വരുന്നു, റീൽസിലുള്ള ആൾക്കാർ മക്കളായിട്ട് വരുന്നു. അല്ലേ? അല്ല, അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാനിപ്പോഴാണ് ചിന്തിച്ചത്. താങ്ക് യു. അല്ല സത്യം ശരിയാണത്. ഇപ്പോൾ ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, മിക്കവാറും എല്ലാവരും. വാഴ ഫസ്റ്റിലും സെക്കൻഡിലും അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് അവരോട് ചോദിച്ചോ എന്ന് ചോദിക്കാനുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ഇല്ല, ഞാൻ ചോദിച്ചില്ല. ഇത് ഇപ്പോഴും ഒരു പുതിയ ഇപ്പം ചിന്തിച്ചപ്പോഴും ശരിയാണല്ലോ. അത് ചിലപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടാവും, ആയിരിക്കാം. ആരെയും ചിന്തിച്ചാൽ പിന്നെ ഫസ്റ്റിലും അങ്ങനെ കൊണ്ടുവന്നിടില്ല, സെക്കൻഡിലും കൊണ്ടുവന്നിടില്ല. 2 തലമുറകൾ. അത് ശരിയാണ്. അതേ എന്ന് ചോദിക്കണം. ഇന്ന് തൊപ്പിയിട്ടില്ല, പക്ഷേ ഇപ്പം അധികം അല്ലു അർജുൻ്റെ തൊപ്പിയാണ്, എഴുതിയ ഒരു തൊപ്പിയാണ് എടുത്തത്. എന്താ തൊപ്പി ചൂസ് ചെയ്യാൻ കാരണം? അതെനിക്ക് തോന്നുന്നത് 175 രൂപ. ഞാൻ അല്ല, അല്ലു അർജുൻ വെക്കണല്ലോ ഞാൻ വെക്കണത്. ഐക്കൺ സ്റ്റാർ എന്ന് എഴുതി 2 ഉള്ള തൊപ്പിയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് റിയാലിറ്റി ഷോയിൽ ജഡ്ജായിരിക്കും ഇടുന്നത്. അതാണ് ചോദിക്കാൻ കാരണം. അത് ഇതാണ് പൈസ കുറവാണ്. അല്ലു അർജുൻ്റെ അല്ലത്, നമ്മളത് എമ്പളം മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ കേട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോണത്. ഓക്കെ, ഉത്തരം പറയണം, മറ്റേ കാര്യം പറയരുത്. ഇത് ഒന്നും പറയാനില്ല എന്ന് പറയരുത്, എന്തെങ്കിലും പറയണം. ഓക്കെ. 1, ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ചക്കക്കുരുവാണ്. ചക്കക്കുരു അല്ല, ചക്കക്കുരു അത് എന്താണ് പറയണത്, ഭയങ്കര ടേസ്റ്റാണത്. ഈ ചക്കക്കുരും ഈ ചെമ്മീനും ഇങ്ങനെ വെക്കണത് ഭയങ്കര, ചക്കക്കുരും പരിപ്പും വെക്കണത് ഭയങ്കര ഇഷ്ടമാണ്. ചക്കക്കുരും പരിപ്പും മുരിങ്ങാക്കോലും വെക്കണതൊക്കെ ഭയങ്കര ഇപ്പോഴും ഇഷ്ടമാണത്.
അത് ഞാനത് ഒരു UK പരിപാടിക്ക് ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു. എന്നെ ഭയങ്കര ഇഷ്ടം. അന്ന് സിനിമയിലൊന്നുമില്ല, ഞാൻ 5 സ്റ്റാർ തട്ടുകട എന്നൊരു സെറ്റപ്പിൽ ചെന്നപ്പോൾ ഓരോരുത്തരും ചോദിക്കുമല്ലോ അവർ എന്ത് വേണം. അന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇപ്പോഴത്തെ വലിയ നമ്മുടെ ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ കേരള ഫുഡൊന്നും അന്നത്തെ കാലത്തൊന്നും വലിയ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കരുതിയാണ് ഇപ്പോൾ ടിനിയൊക്കെ ആണെങ്കിൽ ചിക്കൻ 65 അത് മറ്റത് അത് മലത്തിൽ കിടത്തിയത് കമത്തിൽ കിടത്തിയത് പൊരിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കരുതി ഇവരാ വലിയ ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ പറഞ്ഞപ്പോൾ ചക്കക്കുരുയൊക്കെ നിസ്സാരമല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തിരി പരിപ്പും ചക്കക്കുരു ഉണ്ടെങ്കിൽ. അത് കേട്ടപ്പോൾ ഞെട്ടിയവർ. അപ്പം ഞാനപ്പം ഭയങ്കര ഞാൻ മാത്രം എനിക്കതും ഇഷ്ടമാണ്. പിന്നെ അവരെ വലിയ ശല്യപ്പെടുത്തണം. മറ്റോമാരൊക്കെ പറഞ്ഞാൽ ഭയങ്കര സാധനങ്ങളാണ്, പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് കിട്ടും അവിടെ. ഇത് കിട്ടൂല. ചക്കക്കുരും പരിപ്പും കിട്ടൂല ആ കാലത്ത് അവിടെ. എന്നിട്ട് ഈ പയ്യൻ ഓക്കെ ചേട്ടാ പിന്നെ ഇവർ കിച്ചണിൽ നിന്നിട്ട് ഭയങ്കര ചർച്ചയൊക്കെ. അപ്പം ഞാൻ കരുത് ചിക്കൻ്റെ കേസാണെന്ന് എഴുതി, ഇത് എവിടെയെങ്കിലും കിട്ടുമല്ലോ. അവസാനം ഒരു ഇത്തിരി കൂടെ പ്ലേറ്റിൽ സംഘടിപ്പിച്ച് തന്നു. പിന്നെ എന്നോട് പറഞ്ഞു ചേട്ടാ ഇതിവിടെ കിട്ടൂല. അയ്യോ അത് അത്ര ഇത് ചിക്കനൊക്കെ നിസ്സാരം പൈസയേ ഉള്ളൂ. ഇതിന് എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു 25,000 രൂപ വന്നിട്ടുണ്ട് ഈ ചെറിയ പ്ലേറ്റിന് അന്തകാലത്ത്. 25,000 അതെന്തോ നിസ്സാരം 600 രൂപ കേട്ട് കിട്ടി സാധനം. ചേട്ടാ ഇത് കഴിക്കും. അയ്യോ ഇതെങ്ങനെ ഒപ്പിച്ച് 3 ചക്കക്കുരു എൻ്റെ കൂട്ടുകാരൻ ഫ്രെഡിയുടെ റൂമിൽ നിന്ന് അടിച്ചപ്പോൾ കിട്ടി. പിന്നെ ഒരു 5 എണ്ണം ഞങ്ങൾ പോയി $1 കൊടുത്ത് വാങ്ങിച്ച്. പരിപ്പ് കിട്ടാൻ ഭയങ്കര ഇതാണ് കേട്ടോ. 5,000 രൂപക്ക് വരെ പരിപ്പില്ല. ഞാൻ വിഷമിച്ചു പോയി സത്യം പറഞ്ഞാൽ. ഇപ്പോഴും ചക്കക്കുരു കഴിക്കാറുണ്ടോ? ഇന്ന് കഴിച്ചിട്ടുണ്ടോ? ഇന്ന് കഴിച്ചിട്ടില്ല. ഭാഗ്യം. അതെ. പക്ഷെ അങ്ങനെ വേറെ ഇതൊന്നുമില്ല എനിക്ക്, അങ്ങനെ വേറെ റിയാക്ഷൻ കാര്യങ്ങളൊന്നുമില്ല കഴിച്ചു കഴിഞ്ഞാലൊന്നും. അയ്യോ ഞാൻ വെറുതെ പറഞ്ഞാണ്. ശ്രീകണ്ഠൻ നായർ പറഞ്ഞാണ് ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ ഏറ്റവും കൂടുതൽ ചെലവ് ജഡ്ജസ്മാർക്കൊക്കെ കാണുന്നു. ശമ്പളം പുള്ളി ഉദ്ദേശിച്ചാണ് എനിക്ക് തോന്നുന്നത് ഹൈക്കോർട്ടിലെ ജഡ്ജിമാരായിരിക്കുള്ളൂ. നമ്മുടെ റിയാലിറ്റി ഷോയിലായിരിക്കില്ല, ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലൊക്കെ ആയിരിക്കും. അല്ല പുള്ളി പറഞ്ഞത് എല്ലാവർക്കും അതിൻ്റേതായ രീതിയിലുള്ള ശമ്പളമുണ്ട്, അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അടുത്തത് തുറുപ്പ് കുലാനിൽ ഒരു റോൾ ചെയ്യാനുണ്ടായിരുന്നു. ഏതായിരുന്നു? തുറുപ്പ് കുലാനിൽ സുരാജും ഞാനും ആയിരുന്നു മമ്മൂക്കയുടെ കൂടെ തട്ടുകടയിലുള്ള ആ സീനിലൊക്കെ. അപ്പോൾ അതെനിക്ക് തോന്നുന്നു കുറച്ചേ ഉള്ളൂ, ആ ഒരു തട്ടുകട സീനിൽ മാത്രമേ ഉള്ളൂ 2-3 ഡയലോഗുള്ള. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നത്. കാരണം മമ്മൂക്കയുടെ കൂടെ അതൊരു ഭയങ്കര വിഷമമായിരുന്നത്. കാരണം അന്ന് ഭയങ്കര ടെൻഷനായിരുന്നത്. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല, ഇത്രയും വലിയ ചാൻസ് കിട്ടുമല്ല. മമ്മൂക്കയുടെ കൂടെ തൊട്ടരിയത്ത് തട്ടുകടയിൽ ദോശ അടിക്കുന്ന ആൾ സുരാജ്, തൊട്ടപ്പുറം സുരാജ് അന്ന് സിനിമയിലൊക്കെ ഏകദേശം നല്ല പവറിലേക്കാണ്. അപ്പോൾ അപ്പുറം ഇപ്പുറം ഞാൻ നിൽക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നു, അയാൾ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നു, മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നു. അത് 2-3 സീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് കൈവിട്ട് പോയാൽ എന്നോട് സുരാജും വിളിച്ചു, അണ്ണാ എന്ത് പരിപാടിയാണ് ചെയ്തത് അണ്ണാ മമ്മൂക്കയുടെ പടത്തിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പെട്ടുപോയി, അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതങ്ങ് പോയി. ശരിക്കും അന്ന് വേറെ എന്തായിരുന്നു? അന്ന് ഈ പച്ചക്കുതിര എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപ് ഏട്ടൻ്റെ കൂടെ അങ്ങനെ അത് ത്രൂ ഔട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഷാജോൺ, ഞാൻ, അങ്ങനെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കഥയാണല്ലോ. അപ്പോൾ ദിലീപേട്ടൻ്റെ കൂടെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് പുള്ളിയുടെ കൂടെയുള്ള ആൾക്കാർ ഞങ്ങളാണ്. അപ്പോൾ അന്ന് നമുക്കിതിനെക്കുറിച്ച് ഇവിടെ ചോദിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ള പരിപാടിയൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ വേറെ കേസുണ്ട്. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് മമ്മൂക്ക തന്നെ വിളിച്ച് മമ്മൂക്കയുടെ കൂടെ തന്നെ ഒരു സിനിമയിൽ മൊത്തം എനിക്ക് തോന്നുന്നത് തുറുപ്പ് കുലാൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നത്. പണ്ട് റേഡിയോ നാടകത്തിന് സൗണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ട്. എവിടെ, എപ്പോൾ? അത് എനിക്ക് തോന്നുന്നു ഒരു 25 വർഷത്തിന് മുമ്പാണ്. അന്നൊക്കെ റേഡിയോ ഉണ്ടാകുന്ന ചോദിക്കും. അപ്പോൾ FM റേഡിയോയിൽ ഞങ്ങളൊരു ക്ലബിന് നാടകം കളിച്ചപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരാൾ അവിടെ വർക്ക് ചെയ്യണ്ടായിരുന്നു ക്ലബ് FM-ൽ. അപ്പോൾ പറഞ്ഞത് ഈ നാടകം നമുക്ക് FM-ൽ ഞാൻ ചോദിക്കുക, അവിടെ നമുക്ക് കളിക്കാൻ പറ്റും. ഞാനപ്പോൾ കരുതിയത് ഈ FM സ്റ്റുഡിയോ ചെന്ന് നിന്നിട്ട് ഞങ്ങൾ മേക്കപ്പൊക്കെ ഇട്ട് കളിക്കണം എന്നുള്ള സെറ്റപ്പൊക്കെയാണ് കരുതിയിട്ട് അതിനകത്ത് റെക്കോർഡ് ചെയ്യും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. നമുക്കറിയില്ലത്. അപ്പോൾ അവിടെ പുള്ളി ചെന്ന് പറഞ്ഞ് സാങ്ഷനായി. ഭയങ്കര സന്തോഷമായി. ഇവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി രാവിലെ വീട്ടിൽ നിന്ന് ബസ്സിനൊക്കെ ചെന്ന് കൊച്ചിയിൽ കാക്കനാട് ചെന്ന് ഇറങ്ങി. സ്റ്റുഡിയോൻ്റെ ഫ്രണ്ടിൽ കുറേ നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും സ്റ്റുഡിയോയിൽ കയറ്റി. ഓരോരുത്തർക്ക് ഓരോ മൈക്ക് വെച്ച് തന്നിട്ട് സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഓരോരുത്തരുടെ ഡയലോഗും നമ്മൾ ഓരോരുത്തർ എഴുതി. അപ്പോൾ നമുക്ക് മറ്റേത് അങ്ങനെയല്ലോ, സ്ക്രിപ്റ്റിൽ പഠിച്ച് ബൈ ഹാർട്ട് പഠിച്ച് പറയാനുള്ള. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ച് കഴിഞ്ഞിട്ട് ഓരോരുത്തർ 5 പേരാണെങ്കിൽ 5 പേര് നേർന്നിട്ട് അവിടെ പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും പറയണത്, അതിന് മറുപടി ഇവിടെ ആയിരിക്കും. പക്ഷെ എനിക്ക് നോക്കി പറഞ്ഞപ്പോൾ പറയാൻ പറ്റില്ല. എനിക്ക് നോക്കി പറയുമ്പോൾ നമ്മൾ സാധാരണ പേപ്പറൊക്കെ വായിക്കണ പോലെ ഇപ്പം നോക്കി പറഞ്ഞിട്ട് തന്നെ
അങ്ങനെ തന്നെ പറയണമല്ലോ അത്. ഇത് അച്ഛനെ എവിടെ പോയി, അതാണ് പറ്റുന്നത്, നമുക്ക് അഭിനയിക്കാൻ പറ്റണില്ല. അപ്പം മറ്റുള്ളവർ അയ്യോ ഈ പുള്ളി മാത്രം ശരിയാവണല്ലോ, ബാക്കി എല്ലാവരും കറക്റ്റാണെന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാമോ, ഇയാൾ ഒന്നിറക്കി പോകാമോ? അല്ല അങ്ങനെ ഇറക്കി വിട്ടല്ല, നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയത്. അത് എന്ത് ചെയ്യും. അപ്പോൾ എനിക്കും തോന്നി എനിക്ക് പറ്റണില്ല, വായിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഈ അഭിനയം വരണില്ല. എന്നിട്ട് എന്നെ കേൾപ്പിച്ചു എന്ന് കണ്ട ഒരു വ്യത്യാസം കണ്ട. ഞാൻ പറഞ്ഞു സാറേ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അന്നിപ്പോൾ ഇതുപോലെയാണ്, വാഴ പോലെയൊക്കെ തന്നെയാണ്. അതും കൂടി ഞാൻ ചെയ്തോളാം. വേറെ ഒരുത്തൻ പോകാൻ നിൽക്കുകയാണ്, ഒരുത്തൻ കയറി, കൂട്ടുകാരന്മാരാണ്. അത് ഞാൻ ചെയ്തോളൂ ഗുരുവായിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച്. എന്നിട്ട് ഈ നാടകം ഞങ്ങൾ ചായക്കട്ടിൽ നിന്ന് കേട്ടപ്പോഴാണ് എനിക്ക് വിഷമം വന്നു, ഞാൻ മാത്രമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ബിജു ഉണ്ടായത്, പിന്നെ മറ്റേ സൗണ്ട് ഞാനാണെന്ന് പറഞ്ഞ് ഇവരെ കേൾക്കാതെ. പക്ഷെ അതൊരു ഭയങ്കര വിഷമമായിരുന്നു. കാരണം അന്ന് സിനിമയിൽ അഭിനയിക്കണ പോലെയായിരുന്നു നാടകത്തിൽ FM ചെയ്യാന്ന് പറഞ്ഞാൽ. ബിജുക്കുട്ടൻ ചേട്ടൻ പാടിയ അയ്യപ്പ ഭക്തിയാണ് ഇവിടെ കേൾക്കാൻ പറ്റും. അത് ഈ കേൾക്കാൻ പറ്റും തോന്നല്ല. ബാക്കി ഒരു CD ഉണ്ടായതും എനിക്ക് കിട്ടി. ആണോ? ആകെ 50 CD ഉണ്ടായിരുന്നു, 49 ഞാൻ വാങ്ങിച്ചു. ഒരെണ്ണോ എവിടെയോ ഇറങ്ങിയുള്ളൂ, അത് ഞാനിപ്പം വാങ്ങിച്ചത്. സ്ക്രാച്ച് ആണെങ്കിലും വാങ്ങിച്ചു. അപ്പോൾ സ്ക്രാച്ച് പിടിച്ചേട്ടാ, അല്ല കുഴപ്പമില്ല തന്നാക്ക്, സ്ക്രാച്ചൊക്കെ മാറ്റുന്ന മെഷീനൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞ്. അയ്യപ്പ ഭക്തിയാനത്തിൻ്റെ പേരെന്താ? അതെന്തോ സ്വാമി ശരണം അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ പോസ്റ്റർ ഇങ്ങനെ നിൽക്കണമായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് എല്ലാം നമ്മുടെ വീടിൻ്റെ അടുത്താണല്ലോ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് സതീശൻ ചേട്ടൻ്റെ ഫോട്ടോ എടുക്കും, സതീശൻ ചേട്ടൻ്റെ കടയിൽ സ്റ്റുഡിയോ പോവാം. അദ്ദേഹം നിർത്തിയത് നമ്മുടെ ഇഷ്ടത്തിനല്ല, തലയിൽ കെട്ടും വെച്ചിട്ട് കൈ വിട്ടിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കണമായിരുന്നു. എന്നിട്ട് തന്നെ പുള്ളി പഴയ ഒരാളാണ്. ഇങ്ങനെ നോക്കിയോ, എത്ര നോക്കല്ലേ ഇങ്ങനെ. അപ്പം അങ്ങനത്തെ ആളാണ്. അപ്പോൾ പോസ്റ്റ് അടിച്ച് വന്നപ്പോൾ ഞാനെന്തോ കളവ് കേസിൽ പിടിച്ചപ്പോഴത്തിനെ പോലൊക്കെ ഇങ്ങനെ നിൽക്കണം. ആ പോസ്റ്ററും ആ പാട്ടൊക്കെ കൂടി എൻ്റെ ദൈവമേ, ദേവി എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൈസ ഞാൻ കൊടുക്കേണ്ടതെന്ന് ശുദ്ധികലശം നടത്താൻ. അടികപ്പിയാരെ കൂട്ടമണിയുടെ ഡയറക്ടർ വന്ന സമയത്ത് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ സിനിമയിലെ യേശു വെറും പാവമാണ്, കയ്യിൽ നിന്നിട്ടതാണെന്ന്. ഇട്ടതാണോ? അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു സോങ്ങാണ് വരേണ്ടത്. ഓക്കെ. അപ്പം നമ്മൾ ഈ ടെറസിൻ്റെ മുകളിലാണ് സോങ് നടക്കുന്നത്. അപ്പോൾ 5 ദിവസമായിട്ട് നമ്മൾ മറ്റേ ആർട്ട് വരും, 5 മണിയൊക്കെ ആകുമ്പോൾ കോളേജിൻ്റെ മുകളിൽ സെറ്റ് ലൈറ്റ് കാര്യങ്ങൾ, സീരിയസ് സെറ്റ് കാര്യങ്ങൾ, ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ മഴ വരും. അപ്പോൾ വിജയഭാസ്കറുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇനി സോങ് എടുക്കണ്ട, ഇനിയിപ്പോൾ ഈ സോങ് നടക്കില്ല, വേണ്ട, നമുക്ക് ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും, പക്ഷെ വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അജു വറീസിനെ വെറുതെ പാടി കേൾപ്പിച്ചാണ്. അജു വറീസും നീരജും ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞാനിങ്ങനെ പാടി. അത് നമ്മൾ കരോളിന് പോരുന്ന പാട്ടാണത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കരോളിന് പോരുന്ന പാട്ടാണ്. അപ്പം ഈ പാട്ട് ഈ അജു ആണെന്ന് റെക്കോർഡ് ചെയ്ത് വെറുതെ ഇങ്ങനെ മൊബൈലിൽ റെക്കോർഡ് ഞങ്ങൾ വെറുതെ പാടിയിരുന്നിട്ട്. അപ്പോൾ ഈ ഒരു സോങ്ങിന് പോലെ ഒന്നും ഇടാൻ പറ്റുമല്ലോ. അപ്പോൾ ബിജേട്ടാ ഇതൊന്നും നോക്കിയത്, ബിജേട്ടൻ ഇങ്ങനെ സാധനം പാടി വെച്ചിട്ടുണ്ട്, അത് ഇടാൻ പറ്റുമോ? എന്നാലും ബിജു ബാബുച്ചേട്ടൻ പറഞ്ഞു അത് ഇട്ടാൽ യേശു, ഞാൻ യേശു പാവമാണ്, അതുകൊണ്ടാണ്. അതല്ലേ, അല്ലാണ്ട് യേശു ക്രൂരനാണെന്ന് പറഞ്ഞിട്ടില്ല. ശരിയാണത്, ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് എടുത്തിട്ട് ഓപ്ഷനിൽ വെക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്താണ് ആ സാധനം. അത് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം. പിന്നെ നമുക്ക് ഈ യേശു പുള്ളിയുടെ ഹീറോ ആണ്. യേശുവിനെ താത്തി പറഞ്ഞിട്ടില്ല ഒരിക്കലും. യേശുവിൻ്റെ കറക്റ്റായ കഥയാണ് പുള്ളി എഴുതി വെച്ചേക്കണത്. ONV കുറിപ്പ് അങ്ങനെയൊന്നുമില്ല, ONV കുറിപ്പ് കുത്തിക്കറിക്കണോട്ട് എന്തെങ്കിലുമൊക്കെ കുത്തിക്കറിക്കും. അത് പറഞ്ഞാണ്. ഇതുപോലത്തെ വേറെ പാട്ട് കയ്യിലുണ്ട് എപ്പോഴും? ഇതുപോലത്തെ പാട്ട് ഉണ്ട്, പക്ഷെ അത് ഇപ്പം പാടാൻ പറ്റും. യേശുവിനെ തന്നെയുള്ള പാട്ടുണ്ട്. യേശുവിനും പ്രശ്നമില്ല, ഞങ്ങൾക്കും പ്രശ്നമില്ല. സുബി അതില്ലേ ആ പാട്ടിൻ്റെ. യേശുവിനെ ജൂദാസ് കുനുകുന കുത്തി, യേശുവിനെ ജൂദാസ് കുനുകുന കുത്തി, കുനുകുന കുത്തി കുത്തി അത് അവസാനമൊക്കെ ഇനി വേറെ ഉണ്ടോ? യേശു വെറും പാവം പാടുന്നു. നീ ചിരിച്ചാൽ അന്ന് ഞങ്ങൾക്ക് ക്രിസ്തുമാസ്, നീ മരിച്ചാൽ ദുഃഖ വെള്ളിയാഴ്ച, 30 വെള്ളിക്കാശിനി ഈശോനെ ഒറ്റിക്കൊടുത്തില്ലേ, അതിനുള്ള ശിക്ഷ നിനക്ക് ദൈവം തന്നോളും, ഈശോ വെറും പാവമാ. ജൂദാസ് ഭയങ്കര സാധന, എന്തുമാത്രം പീഡന എൻ്റെ യേശു സഹിച്ചു, ഓമനപ്പുഴ കടപ്പുറത്തെൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, നിൻ്റെ നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ. ഇതുപോലെ വേറെ ഐറ്റം ഉണ്ടോ കയ്യിൽ? വേറെ ഉണ്ടോ? യേശു അല്ലാതെ വേറെ ഐറ്റം ഉണ്ടോ? അയ്യോ, എല്ലാവരും കൂടെ ഓടിച്ചിട്ട് കൂത്തുവനാ. ഞാൻ കുറച്ച് സിനിമകളുടെ പേര് പറയാം. ഇതുപോലെ കയ്യിൽ നിന്നിട്ട ചില സാധനങ്ങളുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ. ഒന്ന് ആൻമരിയ കലിപ്പിലാണ് മുറുക്കാൻ തിന്നണത് ഞാൻ പറഞ്ഞു കൊടുത്തത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ മാലാക മുറുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു തരുമോ? അത് ഇതുപോലെ തന്നെ ഞാൻ
ഇങ്ങനെ ഞാൻ പറഞ്ഞ് അപ്പം നമ്മൾ ആദ്യം പ്രീവിയസ് സീൻ പറഞ്ഞു തന്നിരുന്നത്. ഇതിൻ്റെ പ്രീവിയസ് സീൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൈ നോക്കുന്ന ആളും എല്ലാം ഊടായ്പുള്ള ഒരാളാണ്. അപ്പോൾ കൈ നോക്കുന്ന ആൾക്കാർ എന്തായാലും ഇന്ന് മുറുക്കുമായിരുന്നു. അത് എടുത്തിട്ടില്ല കേട്ടോ, അത് തലയിലൊക്കെ കെട്ടി മുറുക്കും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് ഇതാണ് എടുക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ ആ പുള്ളി എന്തായാലും മുറുക്കും. ഒരു ആലിൻ്റെ ചോട്ടിലാണ് ഇത് നോക്കണത്, സണ്ണി വരണത്. അത് മുറുക്കും ചേട്ടാ, മുറുക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ചോപ്പെങ്കിലും ഉണ്ടാവും. എന്തായാലും നമ്മൾ മാലാഖ എഴുതുന്നുണ്ട്, വേണമെങ്കിൽ ഫ്രഷ്നെസ്സിൽ വേണമെങ്കിൽ ലിപ്സ്റ്റിക്കൊക്കെ അടിക്കുക. പക്ഷേ ഈ പുള്ളിക്കാരൻ അത്ര പെർഫെക്ഷൻ നോക്കണില്ല. എങ്ങനെയെങ്കിലും എത്തിപ്പെടുക, കൺവിൻസ് ചെയ്യുക, ഇവർ സണ്ണിയിൽ നിന്ന് പൈസ വാങ്ങിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനം പുള്ളി മേക്കപ്പ് മറന്നുപോയി. പക്ഷേ ഈ മുറുക്കാൻ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം മിഥുൻ പറഞ്ഞ് ചേട്ടാ കുഴപ്പമില്ല ചേട്ടാ, അത് കുഴപ്പമില്ല, ചേട്ടൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ചേട്ടൻ അത് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ മുറുക്കാനില്ല, കാരണം ഒരു മലയുടെ മുകളിൽ വിങ്സൊക്കെ വെച്ച് കെട്ടിയിട്ട് ഭയങ്കര ഇതായിരുന്നു. കാരണം കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ 3-4 പേര് എന്നെ പിടിച്ചിട്ടുണ്ട്. വിങ്സ് ഇങ്ങനെ നമ്മൾ പിടിച്ചാക്കണമല്ല, കൈമ ഇങ്ങനെ കെട്ടി വെച്ചാക്കണം. അപ്പോൾ കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ 2-3 പേര് എന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഇറങ്ങി പോകണമെങ്കിൽ താഴെ ചെല്ലണമെങ്കിൽ വേണം എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് ആർട്ടിലൊരുത്തൻ എവിടെയോ പോയി വന്ന സമയത്ത് അവനോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ പറഞ്ഞു ചേട്ടാ ഇവിടെ എങ്ങും മുറുക്കാനൊന്നും സംഭവമില്ല, കടയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോരുന്ന സമയത്ത് എന്തൊരു വെല്ലുമ്പോൾ ഇങ്ങനെ തലയിൽ ചൂട്ട് മറ്റേ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ ചവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെല്ലുമ്പലിയുടെ മുറുക്കാൻ ചോദിച്ചാൽ പറഞ്ഞ് വെറ്റിലയുടെ കുറച്ച് തരാം, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം ഈ ചുണ്ണാമ്പ് എന്ന് പറഞ്ഞ സാധനം ഇട്ടല്ല റെഡാവുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഉള്ളത് വാങ്ങിച്ചുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ഒരു സാധനം കൊണ്ടെത്തന്ന് ബാക്കി ലിപ്സ്റ്റിക്കും കൂടി അടിച്ചിട്ടാണ് തുപ്പിയാക്കണത്. അടുത്തത് ഗുലുമാൽ. ഗുലുമാലിലെ പോലീസുകാരനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഗുലുമാലിലെ ഒരുപാട് സുരാജും കൂടെ ഉണ്ടല്ലോ. സുരാജും ഞാനൊക്കെ ഉള്ള സാധനത്തിൽ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അന്നൊക്കെ ഡിസ്കസ് ചെയ്ത് നമുക്ക് സിനിമയിൽ ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കോൺട്രിബ്യൂഷനൊക്കെ ചെയ്ത് നമുക്ക് ഇത്തിരി വലുതാക്കണമെങ്കിൽ വലുതാക്കുക, അങ്ങനത്തെ കാലം വരുന്നത്. അങ്ങനെ പിന്നെ സാറ് ഡയറക്ടർ സാറ് VKP സാറ് പറഞ്ഞിട്ടുണ്ട്. ആ പുള്ളിക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു ഗിറ്റാറൊക്കെ പിടിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. ഞാനും സുരാജ് ജാസ് പ്ലേ ചെയ്യുന്നു, ഞാൻ ഗിറ്റാറായിരുന്നു ഇങ്ങനെ തലയിലൊക്കെ മറ്റേ പഴയ രവീന്ദ്രൻ ചേട്ടനൊക്കെ. അപ്പോൾ അതിനകത്ത് നമ്മുടെ സുരാജ് നിൽക്കണ പോലെ നിന്നിട്ടുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ കറങ്ങി വീഴട്ടെ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെയൊക്കെ വീഴണത് അങ്ങനെ കുറേ ഷോട്ടുകൾ എടുത്ത് വെച്ചു. അത് ഞാൻ ഈ നമ്മുടെ തബല പൊട്ടിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു സാധനം മനസ്സിൽ കിടക്കണോണ്ട് ആ ഡാൻസ് കംപ്ലീറ്റ് അവരെടുത്ത് എന്നിട്ട് കുറച്ച് അതൊക്കെ നമ്മൾ ചെയ്തതാണ്. പിന്നെ തമാശകളുണ്ടായിരുന്നു, ഇപ്പോൾ ഓർക്കണതില്ല, അതാണ്. ഓക്കെ, അടുത്ത ആട്. ബാറ്റിസൈമിൽ എനിക്ക് തോന്നുന്നു കയ്യിൽ നിന്ന് ആദ്യത്തേൽ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ആടിനെ കൊല്ലാൻ വേണ്ടിയാണല്ലോ വന്നതാണ്. ആടിനെ കൊന്നിട്ട് ബംഗാളി ബാബു കത്തി വിടാവോടാ, ഇന്ന് എല്ലാവർക്കും ചിക്കൻ ബിരിയാണി അതൊക്കെ കയ്യിന്നിട്ടാണ്. ആടിനെ മുറിച്ചിട്ട് ഒരിക്കലും ചിക്കൻ ബിരിയാണി ഒന്നും ഇല്ല അത്. പക്ഷെ അത് ചിരിച്ചപ്പോഴാണ്ട് എടുത്തു പറയാം, അതിനൊക്കെ ചിരിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡിലേക്ക് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് ഫ്രീ ആണല്ലോ, എന്ത് വേണമെങ്കിലും തുറന്നു പറയാം, എന്ത് വേണമെങ്കിലും ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വേണ്ട മോനെ, അയ്യടാ ചീഞ്ഞ കോമഡി എന്നൊക്കെ പറയും മിഥുൻ. അപ്പോൾ ഉള്ളതാണെങ്കിൽ അത് കൊള്ളാം അത് കൊള്ളാൻ പറയും. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതൽ ത്രീയിലാണെന്ന് തോന്നുന്നു. നല്ല കംപ്രഷനാണ്. അത് ഒക്കെ ഇട്ടാക്കണ കംപ്രഷനല്ല, ഡിപ്രഷൻ. ആ സാധനം ഉണ്ടല്ലോ, ആ സാധനം ഇങ്ങനെ നോക്കി മറ്റേ സോമന് കിട്ടിയാലും എന്ത് കിട്ടിയാലും എനിക്കും തരുമല്ലോ. അപ്പോൾ സോമന് ഇത്തിരി അടിച്ചിട്ട് എനിക്ക് തരുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുറകെ കുപ്പിയെടുത്ത് കമത്തുന്ന സാധനം. അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിട്ടുണ്ട്. 2020 ഒരു ദിവസം ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ സുരേഷ് ചേട്ടൻ വന്ന് ചവട്ടലും ഞങ്ങളവിടെ നിന്ന് ഞങ്ങൾ ഏകദേശം പിടിക്കാറായെന്നാണ്. ഇന്നസെൻ്റ് അവിടെ ചെന്നു, അവരൊരു ഇത്തിരി ഡൗട്ടുണ്ട്, അവരിത്തിരി പശകാണോ കള്ളന്മാരാണെന്നോ ഡൗട്ടുണ്ടെന്നും അത് സാറോട് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പം സാറ് അപ്പോൾ എന്തായാലും പിടിക്കപ്പെടും. ആ സമയത്താണ് ഈ പുള്ളിക്കാരൻ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി, ഞങ്ങളെ പിടിക്കാനാണെന്നുള്ള സെറ്റപ്പ്. ഞങ്ങൾ ഓടിച്ചെന്ന് ഈ കാറിൻ്റെ ഫ്രണ്ടിലാണ് വീണത്. അപ്പോൾ അശോകൻ ചേട്ടനും അനീഫിക്ക് പറയും ഓടിക്കോടാ എന്ന് പറയും, കൽപ്പന ചേച്ചി ഉണ്ടല്ലോ. അപ്പോൾ ചിതറി ഓടനെയാണ്. അപ്പോൾ ജോർജ് സാറ് എന്നോട് ചോദിച്ച് നിനക്ക് നീന്താൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എനിക്ക് നീന്താൻ അറിയാം, എൻ്റെ വീടിൻ്റെ അടുത്ത് കായൽ തന്നെയല്ലേ, അത് നീന്താൻ അറിയാം എനിക്ക്. എനിക്ക് ഇവിടെ നിന്ന് ഓടിയിട്ട് ഇവിടെ നിന്ന് പോയിട്ട് ആ പൂളിൽ ചെന്ന് വീഴാൻ പറ്റും. എനിക്ക് പൂളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഉപയോഗിക്കണ പൂളല്ല, മാറാലൊക്കെ ഇങ്ങനെ ഇത് ഇത്തിരി പായലൊക്കെ പിടിച്ച് കിടക്കണം, താഴെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പം ഞാൻ ചാടാ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പം അത് ഫിലിമാണല്ലോ, അന്ന് ഫിലിമാണ്.
അപ്പോൾ പറഞ്ഞ് അപ്പോൾ ഈ ക്യാമറ സാറിനോട് വെച്ച് എങ്ങനെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ. അപ്പോൾ ഇതിനകത്ത് ഇവനെ തന്നെ ഇങ്ങനെ പിടിച്ച് പോയിട്ട് ഈ പൂളിലേക്ക് പോകാനൊരു ആർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ക്യാമറ ഇങ്ങനെ ട്രോളിയിലും പിന്നെ ഇതിലും വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ചാടിക്കോട്ടെ വരെന്ന് പറഞ്ഞ്. അപ്പോൾ ജോലി സാർ ഇത്രക്ക് വലിയ ടേക്കാണ് ജോലി സാറും അതാണ് കാര്യം ഇതെന്ന് പറഞ്ഞ്. അപ്പോൾ എടാ നീ ചാടി ഒറ്റ ഷോട്ടിന് റെഡിയാക്കണം, അല്ലെങ്കിൽ പിന്നെ കോസ്റ്റ്യൂം നനഞ്ഞു പോവും, പിന്നെ റീടേക്ക് എടുക്കാണ്ട് ഭയങ്കര ഫിലിം വേണ്ടി വരും. ഞാൻ പറഞ്ഞു ഓക്കെ സാറേ ആ പൊളിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ ചെടി വെട്ടിക്കൊണ്ട് ഇരിക്കണം, എന്നെ അതിനകത്ത് മാറ്റി. ഞാൻ ഇങ്ങനെ നോക്കണേ ഉള്ളൂ. പിന്നെ ചെടി വെട്ടണ അടുത്ത് സുരേഷ് ഏട്ടൻ വരുന്നു, ഓടുന്നു, എടുത്ത് ചാടുന്നു, കറക്റ്റായിട്ട് അത് ചെയ്ത് ഒറ്റ ടേക്കിലൊക്കെ. പിന്നെ താഴെ അവർ ഇങ്ങനെ വടി വെച്ചിട്ടൊക്കെ നോക്കിക്കോ, എന്തെങ്കിലും പൊന്തി നിൽപ്പുണ്ടോ എന്നൊക്കെ നോക്കി. നമുക്ക് അങ്ങനെയുള്ള ഈ ഇത്തിരി അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അടിപൊളി. അടുത്ത ആദ്യം നമ്മൾ ശ്രദ്ധിച്ച സിനിമ പോത്തൻ ബാവ. പോത്തൻ ബാവയിൽ എനിക്ക് തോന്നണ കയ്യിൽ നിന്ന് ഇട്ടിട്ടില്ല, കയ്യിൽ നിന്ന് പോയി കിടക്കിയെന്ന് മൊത്തം. മമ്മൂക്ക ജോർജ് സാറും ഭയങ്കര ഫ്രീ ആയിട്ട് വിട്ടാക്കണായിരുന്നുട്ടാ. അതുകൊണ്ട് എന്നോട് 2 ദിവസം കഴിഞ്ഞപ്പോൾ സാറ്, ജോർജ് സാർ അങ്ങനെ ഒന്നും പറയാറില്ലെന്നാണ് എല്ലാവരും പറയണത്. എടാ നിനക്ക് സ്ക്രിപ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും തമാശയൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് ആഡ് ചെയ്യാം കേട്ടോ, അത് നമുക്ക് നല്ലതാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും. മറ്റേ പറഞ്ഞു വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സാധനം ഏതോ ഒരു സാധനം ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കൊള്ളാം, അത് ഇട്ടോ, അത് പറഞ്ഞോ നീ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു 3 എണ്ണം ഇട്ട്. 2 എണ്ണം വേണ്ട, 1 എണ്ണം മതി. പിറ്റേ ദിവസം ഒരു 5 എണ്ണം ഇട്ട് എന്ന് ഞാൻ. നീ കഥ മാറ്റോടെ, നീ ഇവനെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അത് ജോർജ് സാറാ? അല്ല, നമുക്ക് അങ്ങോട്ട് ഫ്രീഡം കിട്ടിയിട്ടേ അവനും അപ്പുറത്തേക്കായി പോയി നമ്മള്. മമ്മൂക്ക എന്താ പറഞ്ഞേ? ഇത് മമ്മൂക്ക വന്നേക്കുമ്പോൾ സ്ക്രിപ്റ്റൊക്കെ വായിക്കണത്. അപ്പം മമ്മൂക്കൻ പറയാം അത് കുഴപ്പമില്ല ചോദിച്ചത്, അതൊന്നും വേണ്ട, അല്ല കറക്റ്റായിട്ട് പറയണ്ട. അങ്ങനെ 2 പേരും കൊണ്ട് സോൾവ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ജോർജ് സാർ ഇങ്ങനെ പറഞ്ഞ് ഇനി ഇവനെ കൊണ്ട് മിണ്ടിക്കണ്ട, ഇത് മാത്രം പറഞ്ഞാൽ മതി. ചോട്ടാ മുംബൈ. അയ്യോ, അതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട്. അത് ഈ പറഞ്ഞിട്ട് അൻവർ റഷീദ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എനിക്ക് തോന്നണം കൂടുതലും സോങ് സീക്വൻസിലാണ് കുറേയും കൂടി ഇട്ടങ്ങനെ. അതൊന്നും എഴുതി കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയൊക്കെ നമ്മളോട് പറയും. അങ്ങനെ മറ്റേ മരത്തിൽ കടിച്ചൊക്കെ എടുക്കൂല്ലോ, മരത്തിൽ കടിച്ചെടുക്കുന്ന സാധനങ്ങൾ നമുക്ക് ആ മരത്തിൻ്റെ അവിടെ ചെന്ന് എടുക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അപ്പോൾ കടിച്ചെടുക്കുന്ന സാധനങ്ങൾ ചേർന്ന് കടിച്ചെടുക്കാൻ പറ്റും, നമ്മൾ കടിച്ചെടുക്കുക, എന്നിട്ട് ഇങ്ങനെ തുപ്പ എന്ന് പറഞ്ഞ് അങ്ങനെ തുപ്പണം. പിന്നെ ബ്രേക്ക് ഡാൻസ്. ഞങ്ങൾ ആദ്യമായിട്ട് ഡാൻസ് ഇട്ടത് മറ്റേ പാറ്റ പോയ, അത് കയ്യിൽ നിന്ന് ഇട്ടല്ല, അത് ഭയങ്കര സംഭവമാണ്. അത് ഈ നമ്മുടെ ബെന്നിച്ചേട്ടൻ ആദ്യം എന്നോട് പറഞ്ഞത്, എടാ ഇങ്ങനെ ഇനി മമ്മൂക്കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടനെ ലാലേട്ടൻ്റെ തുടങ്ങും, അതിനിടയിൽ കുറേ സിനിമകൾ വന്നാലും നീ ചെയ്യണ്ട, മമ്മൂക്ക ലാലേട്ടൻ, അത് കഴിഞ്ഞിട്ട് നീ എന്തെങ്കിലും ചെയ്തോ. 2 എൻ്റെ പുള്ളിയുടെ ബെന്നിച്ചേട്ടൻ്റെ പടമുള്ള തിരക്കഥാകൃത്ത്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ്, എടാ വേറൊരു സംഭവം ഉണ്ട് ഇതിനകത്ത്, ഒരു ബ്രേക്ക് ഡാൻസ് ഉണ്ടടാ, അത് ബ്രേക്ക് ഡാൻസ് ആവേൻ പാടില്ല, എന്നാൽ അതാണെന്ന് തോന്നിക്കണം, കളിക്കാൻ അറിയാത്ത ഒരാൾ, ഈ പാറ്റ പോയിട്ടുള്ളൊരു വിഷമമാണ് നിൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ അത് ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സംഭവം. അയ്യോ ലാലേട്ടൻ ഉണ്ടായത്, ലാലേട്ടനും സിദ്ദിഖ് അങ്ങനെ എല്ലാവരും ഉണ്ട്, ആ സമയത്താണ് വേണ്ടതെന്ന് പറഞ്ഞു. പുള്ളിക്കാരനപ്പോൾ എല്ലാ ദിവസം വന്നാൽ വേറെ സീനൊന്നുമല്ല, മറ്റേ പാറ്റ എടുക്കണമെന്ന് ഭയങ്കര, എനിക്കും ഭയങ്കര പേടിയായി. അപ്പോൾ ഈ സോങ്ങൊക്കെ എടുക്കണ സമയം കിട്ടും വേണമല്ലോ, സീനൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റ് പോയില്ലെങ്കിൽ അതൊന്ന് എടുത്താക്കാം. അപ്പോൾ അന്ന് നമുക്കതിന് ആലോചിച്ചിട്ടില്ല. കപ്പലിലുള്ള സാധനം ഷിപ്പിൽ കൊച്ചിൻ ഹനീഫൊക്കെ എൻ്റെ ഒരു റിലേറ്റീവായിട്ട് വന്നിട്ട് കുറച്ച് പൈസ വാങ്ങിച്ചിടും പോലെ, ആധാരമൊക്കെ വാങ്ങിച്ചും പോലെ. അപ്പോൾ ആ സാധനം എടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ആ ഒരു സീനേ ഉള്ളതെന്ന് ഞാൻ ഈ ഷർട്ടൊക്കെ മാറുന്ന സമയത്ത് പോലെ ചേട്ടാ പോകല്ലേന്ന് പറഞ്ഞ് മറ്റേ ഡാൻസ് എടുക്കാമെന്ന്. ദൈവമേ പടിപാളി. അപ്പം നോക്കിയപ്പോൾ ലാലേട്ടൻ മറ്റേ പാറ്റേക്കാട്ടൊക്കെയാണ്. അപ്പം ഞാൻ ദൈവം ലാലേട്ടനോട് ഒരിഞ്ഞ വെയിലും ഈ പാറ്റയാണെങ്കിൽ എന്നോട് നമ്മുടെ ഈ ആർട്ടിലെ പയ്യൻ പറഞ്ഞ്, ചേട്ടാ ഒരൊറ്റ പാറ്റയോളട്ടാന്ന് പറഞ്ഞ്. അത് ഒറിജിനൽ പാറ്റായിരുന്നു? ഒറിജിനൽ പാറ്റയാണ്. ഞാൻ പറഞ്ഞു അതിന് അല്ല പിന്നെ 2ാമത് റീട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പാറ്റയിലട്ടാന്ന് പറഞ്ഞ്. പിന്നെ ഒരു ചെറുതേ ഉള്ളൂ, അതിനെ കാണാനും പറ്റില്ല, ഇത് നല്ല വലിയ പാറ്റയായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ പിടിച്ച്, ലാലേട്ടൻ തീപ്പെട്ടിലാണ് സാധനം ഇങ്ങനെ നോക്കണൊക്കെ ഉണ്ട്. ഈ പാറ്റ ചത്തുപോയി തീപ്പെട്ടി കിടന്ന്. എനിക്ക് ടെൻഷൻ, ഇവന്മാരും ഉള്ള ടെൻഷൻ വേറെ മാരിക്കും ഒരു തന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ഒരെണ്ണം കളിക്കുക, അപ്പോൾ അത് ഞാനൊന്ന് നോക്കാം. അപ്പോൾ അൻവർ പറഞ്ഞ് അത് ചേട്ടാ ഒന്ന് നോക്കൊന്നും വേണ്ട, ചേട്ടൻ കളിച്ചോ, നമുക്ക് ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ വന്ന് ടേക്ക് പോകാം മോനെ, ടേക്ക് പോകാം, ഓക്കെ. അപ്പോൾ ഇങ്ങനെ പിടിച്ചാക്കിയാണ് മോനെ പാറ്റ ചത്തു പോയല്ലോ എന്ന് പറഞ്ഞ്. പാറ്റ പിടക്കണ്ടേ എന്ന് പറഞ്ഞ്. അയ്യോ പാറ്റ മറ്റവൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ് അവൻ്റെ അടുത്ത് ഒരു പാറ്റുള്ളൂ എന്ന് പറഞ്ഞ് ലാലേട്ടാ
ഈ ഒരു പാറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്താ മോനെ ഒരു പാറ്റ എടുത്ത് വെച്ചാൽ 2-3 പാറ്റ എടുക്കണ്ടേ? ഞാൻ പോകണോ പാറ്റ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളി തമാശക്ക് പറഞ്ഞ്. എന്നിട്ട് ഈ സാധനം ഞാനങ്ങ് കളിച്ചിട്ട് ലാലേട്ടൻ കറക്റ്റ് ടൈമിന് എടുത്തിട്ട് ഇതിൻ്റെ ഫോക്കസ് ചെയ്യണം, പിന്നെ ഒരു വൈഡ് വന്ന അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഒറ്റ ഷോട്ടിൽ അത് റെഡിയായി. വിത്ത് ലാലേട്ടൻ്റെ മാജിക് അവിടെ ഇരുന്നു. ഈ പാറ്റ കറക്റ്റായിട്ട് തുള്ളിക്കടിക്കണ പോലെ ഈ കൊമ്പുമ്മ പുള്ളി ഒന്ന് കറക്കി ഇങ്ങനെ. അത് ഭയങ്കര, കാരണം ഈ ചത്ത പാറ്റയാണ് ഇതെങ്ങനെ ജീവിച്ച് എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ പിടിച്ചിങ്ങനെ അതിൻ്റെ ഇതുണ്ടല്ലോ, അത് പിടിച്ചിങ്ങനെ തിരിച്ചപ്പോൾ അത് കിടന്ന ചിറകൊക്കെ കൂടി ഇങ്ങനെ കിടന്ന് വിറച്ച് അത് ഭയങ്കര ഒറിജിനാലിറ്റി ആയിട്ട് തോന്നി. ആ ഒരു ഷോട്ട് ഒറ്റ ഷോട്ട് കൊണ്ട് ശരിയാക്കി. പിന്നെ അവിടെ നിന്ന് ഉറങ്ങണ സാധനം ഉണ്ടല്ലോ, സിദ്ദിഖിയുടെ മടിയിലേക്ക് ചരിഞ്ഞ് വീണതും അവസാനം ആ പുള്ളി ഭാവന കൂടി മാറിത്തരണതും അങ്ങനെ നിലത്തേക്ക് വിടുന്നു, അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ അത് അതിലെല്ലാവരും ചോദിക്കുന്ന സീനുണ്ട്, ഓടിച്ചിട്ട് വണ്ടിയിലേക്ക് കയറ്റുന്ന സീൻ. അതെ, അത് നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ്. എൻ്റെ വീടും ലാലേട്ടൻ്റെ വീടും ഓപ്പോസിറ്റ് ഇങ്ങനെ ഉള്ളതാണ്. നമ്മുടെ വീട്ടിലാണ് ആ പൈപ്പ് വെച്ചേക്കണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം അത് 2-3 ദിവസം കൊണ്ടാണ് അത് എടുത്തതെന്ന് തോന്നണം. വെള്ളം കോരി ഒഴിക്കേണ്ടതും ഓൾ കോമ്പിനേഷൻ ആയിരുന്നല്ലോ അത്. ലാലേട്ടൻ ഉണ്ടായിരുന്നില്ലല്ലോ, രഘുചേട്ടൻ, അങ്ങനെ കുറേ ആളുകൾ, സിദ്ദിഖിക്ക മറ്റേ പതയൊക്കെ തേച്ചിരിക്കണത്. ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മുടെ ഓർഡറിന് എടുത്തത്. പിന്നെ വെള്ളം കോരി ഒഴിക്കണമൊക്കെ 2-3 ദിവസം കൊണ്ടാണ് എടുത്തത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ അതും ഫിലിമാണല്ലോ. അപ്പോൾ ഈ ഓട്ടം ഇങ്ങനെ ഓടുമ്പോൾ ഇതുപോലെ നേരത്തെ എടുത്ത പോലെ തന്നെ ട്രോളി റൗണ്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ക്രെയിനിൽ പൊന്തി വന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പം അഴകപ്പൻ സാറായിരുന്നു. അപ്പോൾ എന്നെ ഭയങ്കര അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. അത് പറഞ്ഞ് ബിജുക്കുട്ടൻ അങ്ങോട്ട് പോവാം. അപ്പോൾ ഞാൻ ഓടുമ്പോൾ ബിജുക്കുട്ടൻ്റെ സ്പീഡ് അധികം വേണ്ട, ഞാൻ ബിജുക്കുട്ടനെ ഫോളോ ചെയ്തോളാം, എന്നെ നോക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞോളാം, ഒരു ദിവസം ഓടിക്കോളാം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓടി. അപ്പോൾ എന്നോട് പറഞ്ഞ് കറക്റ്റാണ്, ഒരു പൊടിക്കും കൂടി സ്പീഡിൽ ഓടിക്കോ, അധികം സ്പീഡാണ്. ആ പുള്ളി എല്ലാം സെറ്റ് ചെയ്ത്. അത് കഴിഞ്ഞപ്പോൾ ഓട്ടമൊക്കെ കറക്റ്റായി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരി പോണപ്പോൾ ഇങ്ങനെ അവിടെ ആ മുളകുണ്ടല്ലോ അങ്ങ് തട്ടിയിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വരുമ്പോൾ മറ്റേ ചേട്ടനില്ലേ. അപ്പോൾ എനിക്ക് ഓരോന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിദ്ദിഖിനെ കാണും. അപ്പോൾ ചോദിച്ചോ, എന്തെങ്കിലും ചോദിച്ചോ, മഞ്ഞ് മനുഷ്യനാണെന്ന് ചോദിച്ചോ, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോ, ഇതെന്താണ് ഐസ്ക്രീമിൽ വീണാന്ന്, വലിയ മഞ്ഞ് മനുഷ്യനാണ് അങ്ങനെ പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ കുടം തട്ടിയിട്ട് അങ്ങോട്ട് പോകും. അതൊക്കെയാണ് ഫുട്ബോളിലൊക്കെ വന്നത്, മറ്റേ മെസ്സിയൊക്കെ അടിച്ചിട്ട് ഗോൾ അടിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ കൂടി വന്നി സാധനങ്ങൾ. അപ്പം ഞാനിങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഇത് ചെല്ലുമ്പോൾ അപ്പോൾ പിന്നെ ഇത് നോക്കണമല്ലോ, ഇതിൻ്റെ ഒരു സ്പീഡ് കൂടാനും പാടില്ല കുറയാനും പാടില്ല. അപ്പോൾ അങ്ങനെ നോക്കി എല്ലാം കറക്റ്റ് ചെയ്ത് ജീപ്പിൽ കയറി ഇരുന്ന് ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ജീപ്പിൽ കയറാൻ ഓടിയല്ലെന്ന് പറയുന്നുണ്ട്. അതുവരെ ഉണ്ട്, ജീപ്പിൽ കയറണം, സീറ്റിലിരിക്കണം, ഇങ്ങോട്ട് വരുമ്പോൾ ക്യാമറ ഇവിടെ വരുമ്പോൾ സാറേ വരെ കയറണില്ലേ, ഞാൻ ജീപ്പിൽ കയറാൻ ഓടിയല്ലേ എന്നുള്ള സാധനം വരെയുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്ത് സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞ് എടുത്ത് ജീപ്പിൽ കയറി ഇരുന്ന് ഞാൻ കറക്റ്റ് ഡയലോഗ് പറഞ്ഞ്. പക്ഷേ അപ്പോഴേക്കും ഇവിടെ വന്ന് രഘുചാറിൻ്റെ കൂടെയുള്ള ഒരു പോലീസുകാരിങ്ങനെ മാസ്കായി പോയി. അപ്പോൾ ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു, സാർമാരെല്ലാം കറക്റ്റായിരുന്നു, ആ ഒരു സാധനം മാത്രം കിട്ടിയില്ല, ഇയാൾ മാസ്കായി പോയെന്ന് പറഞ്ഞ്. പുള്ളിനെ കുറേ ചീത്തയൊക്കെ പറഞ്ഞ്, പുള്ളിക്ക് അറിയാൻ പാടില്ല. അതുമാത്രം എന്നിട്ട് വേറെ സെപ്പറേറ്റ് എടുത്ത് ഇങ്ങനെ ജീപ്പിൽ കയറാൻ വേണ്ടി വന്നല്ലേ എന്ന് പറയണത്. ശരിക്കും കോമഡി ഒരുപാട് മാറിപ്പോയില്ലേ? പണ്ടത്തെ കോമഡി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പണ്ടാണെങ്കിൽ കരിവണ്ട് അല്ലെങ്കിൽ ഗിയറുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡയലോഗിൽ തന്നെ മാറ്റം ഒരുപാട് വന്നില്ലേ? ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും വേണ്ട. നേരത്തെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് സലീംകുമാറൊക്കെ ഉണ്ടെങ്കിൽ അമ്പളിച്ചാറിനൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം സ്ക്രിപ്റ്റ് അവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും, നമ്മളെയൊക്കെ വിളിച്ചിരുത്തും, എന്നിട്ട് വായിച്ചിട്ട് അവിടെയൊക്കെ കയറ്റാവുന്ന കോമഡികളെല്ലാം കയറ്റും. അത് ലോജിക്കൊന്നും അങ്ങനെ വേണ്ടല്ലോ, ചിരിച്ചാൽ മതി. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇപ്പോൾ എഴുതി വെച്ചത് മാത്രം ചെയ്താൽ മതി. പിന്നെ പറഞ്ഞ ആ ഒരു സീന് ആവശ്യമായിട്ടുള്ള പൊട്ടിച്ചിരിപ്പിച്ചിട്ട് ഒരു വലിച്ചു നീട്ടുന്ന കോമഡിയൊന്നും വേണ്ടല്ലോ. ആക്ഷൻ വേണ്ട, ആക്ഷൻ കോമഡി വേണ്ട, കണ്ണുകൊണ്ടും കൈ കൊണ്ടൊന്നും വേണ്ട, വെർബലായിട്ടുള്ള പതുക്കെ പറഞ്ഞാൽ മതി. അങ്ങനത്തെ കോമഡിയാണ് ഇപ്പോൾ ആവശ്യം. അപ്പോൾ ഇവരുടെ കൂടെ നിൽക്കാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും ഈ റീലുകളൊക്കെ കാണുന്നത് കൊണ്ടും പിന്നെ ഇവരുടെ കോമഡി എന്താണെന്നൊക്കെ നമുക്കറിയാം. പിന്നെ ഈ അത്യാവശ്യം എല്ലാ സിനിമകളും മിക്കവാറും സിനിമകളൊക്കെ ഞാൻ പോയി കാണും. ഞങ്ങളെല്ലാവരും പോയി കണ്ടിട്ട് പിന്നെ അവരുടെ ജനങ്ങളുടെ ടേസ്റ്റ് എന്താണെന്നും കൂടി കുറച്ചൊക്കെ അറിയാവുന്നത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഹാഷിറിൻ്റെ റീലൊക്കെ ഫുള്ളിരുന്ന് കാണുമായിരുന്നു? കാണുമായിരുന്നു. ആഷിർ മക്കളൊക്കെ എല്ലാം കാണുമല്ലോ, അപ്പോൾ നമ്മളും കാണും അത്യാവശ്യം. പിന്നെ ഇത് നമ്മൾ കൂടിയപ്പോഴും കൂടുതലും കാണണം. ഞാൻ മക്കളോട് പറഞ്ഞു ഞാൻ ഹാഷിറിൻ്റെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ മക്കൾ എന്താ പറഞ്ഞത്? എന്നോട് ആദ്യം ചോദിച്ചത് ആരുടെ അച്ഛനാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബിനാഗിൻ്റെ അച്ഛൻ. ബിനാഗിൻ്റെ അച്ഛൻ, ഓക്കെ എല്ലാവരും ഈക്വലാണല്ലോ അതിനകത്ത്.
ആഷിറിൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആഷിറിന് അച്ഛനില്ല എന്ന് പറഞ്ഞ്, ആഷിറിന് ഉമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അവർക്ക് അവർ എല്ലാവരും ആരുടെ അച്ഛനാണെന്ന് അറിയണം. ഇവർ എന്നോട് മമ്മൂക്ക ലാലേട്ടൻ്റെ കൂടെ ലാലേട്ടൻ മമ്മൂക്ക. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ് മക്കളൊക്കെ ചോദിച്ചാക്കണതും പുറത്താളുകൾ ചോദിച്ചാണ് ആരുടെ അച്ഛനാണ് എന്നൊക്കെ ചോദിക്കണത്. അത് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, വിനായകും ബിജുക്കുട്ടൻ ചേട്ടനും അച്ഛനും മോനും പോലെ ഉണ്ട്. ഇത് മക്കളും ഭാര്യ ഇത് കണ്ടിട്ട് എന്താ പറഞ്ഞത്? അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ഈ കഴിഞ്ഞ ദിവസം വൈഫ് എന്നോട് പറഞ്ഞേ, ഇന്നലെ എന്നോട് ലച്ച് ചോദിക്കണേ, ഇത് എങ്ങനെയാണ് ഇതിങ്ങനെ കറക്റ്റായിട്ട് വന്നിരുന്നു ചോദിക്കണത്. അപ്പോൾ വൈഫ് ഇങ്ങനെ എൻ്റെയും ഈ വിനായകൻ്റെ ഫോട്ടോ വൈഫ് ഇട്ട് എവിടെ സ്റ്റാറ്റസിലിട്ടപ്പോൾ എന്തോ അവൾ എഴുതി, അവളിങ്ങനെ കൈ എന്തോ ഇങ്ങനെ ഇത് ഇട്ടുന്നതാണ്. അപ്പോൾ വേറൊരു ചേച്ചി വിളിച്ചു ചോദിച്ചു, എന്തോ ഈ എൻ്റെ മോനെ എവിടെയും കണ്ടായിരുന്നു ഒളിച്ചോടി പോയിട്ട് ഇപ്പോൾ കിട്ടിയ പോലെയൊക്കെയാണ് അവർക്ക് തോന്നിയത്. മോന് സുഭദ്ര തന്നെയാണ് മോൻ. ഞാൻ വേറെ ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടാ, കാരണം ഇത്തിരി ഏജായ ആൾക്കാരൊക്കെ ഇല്ല ചേച്ചി, അത് ചേട്ടൻ അച്ഛനായിട്ട് അഭിനയിച്ചപ്പോൾ ചേട്ടൻ്റെ മോനായിട്ട് അഭിനയിക്കണേണ് എന്ന് പറഞ്ഞ്. പക്ഷേ അത് ഭയങ്കര എനിക്ക് തോന്നുന്നു ഇത്രയും ഞാനും ആദ്യം ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ എനിക്കും തോന്നിയിട്ടില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇവരെ രണ്ടുപേരുടെയും ഈ വിപിൻ ദാസും സവിനും നമ്മുടെ അതിൻ്റെ പ്രൊഡ്യൂസറും അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിനായകനോട് നന്ദി പറയാനുള്ളത്. വിനായകൻ അങ്ങനത്തെ ഒരു ഫേസിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ അച്ഛൻ വേറെ ആയേനെ. വിനായകൻ എന്താ വിളിക്കുന്നത് ഇപ്പോൾ? അതിന് ചേട്ടനാണ് വിളിക്കുന്നത്. പിന്നെ പറഞ്ഞു, ചേട്ടനെ ഇനി കണ്ട എനിക്ക് സഹിക്കാൻ പറ്റൂല, ചേട്ടനെ കണ്ട ഞാൻ കരയും എന്ന്. അപ്പം ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ട്. അപ്പോൾ ഞാനും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ വിപിനെ കണ്ടാൽ എനിക്കും കരച്ചിൽ വരും. കാരണം എന്താണ് നമുക്ക് ജീവിതത്തിൽ അതൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാറ്റം എല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾക്ക് സെൽഫായിട്ടുണ്ടാവും ആഗ്രഹം. പക്ഷേ ഈ ആഗ്രഹമൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതിലൊക്കെ വേറെ ലെവലിൽ കാരണം നമ്മൾ സിനിമ കാണുമ്പോഴാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാജിക്കാണെന്ന് പറഞ്ഞ ഇവരുടെ സിനിമ. നമ്മൾ അഭിനയിച്ചാണെങ്കിലും തിയേറ്ററിൽ കാണുമ്പോൾ നമുക്കറിയാലോ ഇത് ഇങ്ങനെ വരുമെന്നുള്ളൂ. പക്ഷേ അതൊന്നും അല്ലായിരുന്നു. നമ്മൾ കണ്ടപ്പോൾ വേറെ ലെവലായിരുന്നു. നമ്മൾ പോലും കരഞ്ഞു പോയി എന്ന് പറയുമ്പോൾ. ഇത് ആദ്യത്തെ റേഡിയോ ഇൻ്റർവ്യൂ ആണല്ലേ? അതെ. അതെന്താ ഇതിനു മുമ്പ് ഒരു റേഡിയോയിലും പോകാതിരുന്നത്? ആദ്യം ഞാനന്ന് റേഡിയോൻ്റെ കാര്യം പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് റേഡിയോയിൽ കയറണ ഇപ്പോഴാണ്. ആണോ? പേടിയായിട്ടാണോ? എനിക്ക് തോന്നുന്നത് ആടിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ധർമ്മജൻ്റെ ഒരു ഡേറ്റ് ഇല്ലാത്ത, ഞാൻ ധർമ്മജൻ കൊണ്ടാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചില്ല. അപ്പോൾ ധർമ്മജൻ ഉണ്ടായില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. പിന്നെ വേറെ 2-3 സിനിമകൾക്ക് ഇങ്ങനെ അടിയപ്പോൾ അങ്ങനെ എന്തോ സമയത്ത് അങ്ങനെ എന്തോ ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞോട്ട് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെ വലിയ പടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അത് തന്നെ എന്തായാലും സന്തോഷം.